ഒരു അഭിഷക്തൻ ശുശ്രൂഷിക്കുമ്പോൾ, അദ്ദേഹം സ്റ്റേജിൽ നിൽക്കുമ്പോൾ, സ്തോത്രം, അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വാക്കിനകത്തുകൂടെ, സ്തോത്രം, അടുത്ത മാസം നടക്കേണ്ടത്, അടുത്ത വർഷം നടക്കേണ്ടത്, അടുത്ത ദിവസങ്ങളിൽ നടക്കേണ്ടത്, നീ പോലും അറിയാതെ ശത്രു തൻ്റെ രഹസ്യമുറിക്കകത്തിരുന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാനുകളും പദ്ധതികളുമാണ് ദൈവം അത് അവിടെ നിന്ന് പിടിച്ചെടുത്ത് അഭിഷക്തന്റെ നാവിലൂടെ പകരുന്നത്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പിലുള്ള ആഴ്ചയിലാണ് ഇങ്ങനെ ഒരു വചനം ഞാനിവിടെ പറഞ്ഞു തുടങ്ങിയത്. ആമേൻ. ആ വചനം ഇങ്ങനെയായിരുന്നു. ആമേൻ. ഗദയോനെ നോക്കി പട്ടണക്കാർ പറയുന്ന ഒരു ഭാഗത്താണ് സംസാരിച്ചതെങ്കിലും അന്ന് നമുക്ക് ആ ഭാഗത്തിലേക്ക് പോകാനായിട്ട് സാധിച്ചില്ല. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. പട്ടണക്കാർ യോവാശിനോട്, നിന്റെ മകനെ പുറത്തു കൊണ്ടുവരിക, അവൻ മരിക്കണം, അവൻ ബാലിന്റെ ബലിപീഠം ഇടിച്ച് അതിനരികത്ത് ഉണ്ടായിരുന്ന അശേര പ്രതിഷ്ഠയും വെട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആ ദിവസങ്ങളിലൊക്കെ അതിനുശേഷവും എൻ്റെ യാത്രകളിലൊക്കെ ഇങ്ങനെ ഈ ഒരു ശബ്ദം, അവൻ മരിക്കണം, അവൻ മരിക്കണം എന്ന് പറയുന്ന ഒരു ശബ്ദം എൻ്റെ കാതുകളിൽ ഇങ്ങനെ തുടർമാനമായി മുഴങ്ങുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 30-ാം തീയതി ഞായറാഴ്ച പ്രത്യേകിച്ച് ആ വിഷയം പറയാൻ വന്നെങ്കിലും ശുശ്രൂഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അന്ന് പത്മോസിൻ്റെ മരണത്തിൻ്റെ സ്പിരിറ്റിനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിച്ചു. എത്ര പേര് ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പത്മോസിൻ വ്യാപരിച്ച ആ മരണത്തിൻ്റെ ആ സ്പിരിറ്റിനെ ഞാൻ 30-ാം തീയതിത്തെ യൂട്യൂബ് മെസ്സേജ് എന്ന് രാവിലെ ഇരുന്ന് ആ ഭാഗം കേട്ടപ്പോൾ എനിക്ക് അത് കേട്ടപ്പോഴാണ് കുറച്ചുകൂടി ഈ ദിവസങ്ങളിൽ നടക്കുന്ന വിഷയങ്ങൾ വളരെ ശക്തമായി ദൈവാത്മാവ് അറിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ പിശാച് അതിനകത്ത് വെച്ചിരുന്ന പദ്ധതികളാണ് ദൈവാത്മാവിൻ്റെ പ്രവൃത്തിയാൽ തകർന്നതെന്ന് മനസ്സിലാകത്തക്ക നിലയിലുള്ള ദൂതുകൾ, ചില ദൂതുകൾ പറയുമ്പോൾ നമുക്കറിയത്തില്ല. എന്നാൽ ഞാൻ രാവിലെ കുറച്ച് സമയങ്ങൾ ആ ഭാഗം 30-ാം തീയതി നടക്കുന്ന ആ വചന ശുശ്രൂഷയിൽ ആ പത്മോസുമായി ബന്ധപ്പെട്ട് പറയുന്ന ആ ഭാഗം ഒരു 5-6 മിനിറ്റ് ഭാഗമുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് അതിനകത്ത് ദൈവാത്മാവ് പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾ എത്ര പേരുടെ കാതിൽ അത് ചെന്നെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. പത്മോസിൻ്റെ മേലുണ്ടായിരുന്ന ആ മരണത്തിൻ്റെ സ്പിരിറ്റ്, സ്തോത്രം, യോഹന്നാൻ എന്ന ദൈവത്തിൻ്റെ മനുഷ്യൻ അവനെ അവിടെ കൊണ്ടിട്ടിട്ടും, സ്തോത്രം, ആ മരണത്തിൻ്റെ സ്പിരിറ്റിനെ ജയിക്കത്തക്ക നിലയിലുള്ള ഒരു ദൈവപ്രവൃത്തി യോഹന്നാൻ എന്ന ദൈവത്തിൻ്റെ മനുഷ്യനിൽ വെളിപ്പെട്ടതുപോലെ ഇങ്ങനെയാണ് ദൈവാത്മ പറഞ്ഞത്. ആമേൻ നിന്നെ കൊല്ലത്തക്ക രീതിയിൽ, നിന്നെ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റത്തക്ക രീതിയിൽ കുരുതി കൊടുത്ത ആ ചില പദങ്ങൾ ഞാൻ വീണ്ടും അത് കേട്ടപ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നു. കുരുതി കൊടുത്ത് ശത്രു ചെയ്തു വെച്ച ചില ചെയ്വനകളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അഴിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളോട് ഞാനൊരു ദൂത് പറയാം. ഈ വേദിയിൽ നിന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പാടിൽ തരുന്ന ദൂതുകൾക്ക് നീ ആമേൻ പറയുമ്പോൾ സംഭവിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, നിന്റെ വീട്ടിനകത്ത് കയറേണ്ട അനർത്ഥത്തെ, സഭയ്ക്കകത്ത് തലമുറകളിൽ കുടുംബജീവിതത്തിലൊക്കെ വന്നു പോകേണ്ട അനർത്ഥത്തിൻ്റെ ശക്തികൾ നമ്മൾ പോലും അറിയാതെ വഴിതിരിഞ്ഞു വിടുന്നതാ ദൈവത്തിൻ്റെ ശബ്ദമെന്ന് പറയുന്നത്. സ്തോത്രം. അതിൻ്റെ ഘനം മനസ്സിലാക്കാൻ കഴിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഞാനൊരു കാര്യം വീണ്ടും പറയുന്നു. നിങ്ങളോട് ദൈവദാസൻ എന്തെങ്കിലും നിയോഗം, നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന നടത്തണമെന്നോ, നിങ്ങൾ ഉപവസിക്കണമെന്നോ, നിങ്ങൾ ഏത് നിലയിലായിരിക്കണമെന്നോ ആത്മാവ് ഏതെങ്കിലും ആലോചനകൾ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യാതിരിക്കരുത്. ചെയ്യാതിരുന്നാൽ, സ്തോത്രം, അതിന് ഉത്തരവാദി ഞാനല്ല എന്ന കാര്യം ഞാൻ ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. എന്താണെന്ന് നമുക്കറിയത്തില്ല. ദൈവം തരുന്ന നിയോഗങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. സ്തോത്രം. അതുകൊണ്ട് നിസാരമായിട്ട് ഞങ്ങളുടെ ഉപദേശിയ അങ്ങനെ പലതും പറയും എന്ന് കേട്ട് അതിനെ നിസാരമായി ഒരു ചെവി കൂടെ കേട്ട് മറ്റു ചെവി കൂടെ കളയരുത്. കാര്യം ഈ ദൈവസഭയ്ക്കകത്ത് ദൈവത്തെ
ദൈവത്തിന് ഞങ്ങളോടൊരു വിശ്വസ്തതയുണ്ട്. ആ വിശ്വസ്തത എന്താണെന്ന് ചോദിച്ചാൽ പറയാതെ അറിയാതെ ദൈവം ഒന്നും ചെയ്യത്തില്ലെന്ന് എനിക്ക് പൂർണ്ണമായും ഉറപ്പുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് വചനത്തിലൂടെ ദൈവം വെളിപ്പെടുത്തും, ദൂതിലൂടെ ദൈവം വെളിപ്പെടുത്തും, ആത്മാവിൽ ദൈവം വെളിപ്പെടുത്തും. അതുകൊണ്ട് ഏത് ദൂത് വെളിപ്പെട്ടു വന്നാലും അയ്യോ അതിപ്പോൾ അങ്ങനൊന്നും സംഭവിക്കാൻ സാധ്യതയില്ലല്ലോ എന്ന് പറഞ്ഞ് ഉറങ്ങിപ്പോകരുത്. അത് ഏറ്റെടുത്ത് നീ ആരാധിച്ചു വിടുതൽ പ്രാപിച്ചു പോയാൽ അതിനകത്ത് വ്യാപരിക്കപ്പെടുന്ന വിടുതലുകൾ ദൈവസഭ മുഴുവനും അനുഭവിക്കാനിടയായി തീരും. നിങ്ങളുടെ കണ്ണുകൾക്ക് മനസ്സിലാകാത്തത്, എൻ്റെ കണ്ണുകൾക്ക് മനസ്സിലാകാത്തത് ദൈവമക്കൾ കേൾക്കണം. ഒരു അഭിഷക്തൻ ശുശ്രൂഷിക്കുമ്പോൾ, അദ്ദേഹം സ്റ്റേജിൽ നിൽക്കുമ്പോൾ, സ്തോത്രം, അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വാക്കിനകത്തുകൂടെ സ്തോത്രം അടുത്ത മാസം നടക്കേണ്ടത്, അടുത്ത വർഷം നടക്കേണ്ടത്, അടുത്ത ദിവസങ്ങളിൽ നടക്കേണ്ടത് നീ പോലും അറിയാതെ ശത്രു തൻ്റെ രഹസ്യമുറിക്കകത്തിരുന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാനുകളും പദ്ധതികളുമാണ് അവൻ ദൈവം അത് അവിടെ നിന്ന് പിടിച്ചെടുത്ത് അഭിഷക്തന്റെ നാവിലൂടെ പകരുന്നത്. സ്തോത്രം. അത് സാധാരണ കാര്യമല്ല. അത് ഉറക്കം തൂങ്ങിയിരുന്ന് കേട്ടിട്ട് പോകാനുള്ളതല്ല. അവൻ അതാർക്കാ, എനിക്കാണോ നിങ്ങൾക്കാണോ അറിയാത്തത് കൊണ്ട് ഏത് ദൈവശബ്ദം വെളിപ്പെട്ടു വന്നാലും ഒരു പൊട്ടനെ പോലെ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ച്, കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച്, വായ്കൾ തുറന്ന് ആമേൻ പറഞ്ഞ് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ നിയോഗങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ വീണ്ടും വീണ്ടും ദൈവസഭയോട് പറയുകയാണ്, അവൻ ആ വെല്ലുവിളികളിൽ നിന്ന് ദൈവം നമുക്ക് ജയം തരാൻ വിശ്വസ്തനാണ്. ദൈവം നമുക്ക് ജയം തരുവാൻ വിശ്വസ്തനാണ്. അധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 30-ാമത്തെ വാക്യം എന്ന് പറയുന്നത് ഗിദെയോൻ എന്ന ന്യായാധിപനുമായി ബന്ധപ്പെടുന്ന ഭാഗമാണ്. ഈ 30-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടത് പട്ടണക്കാർ യോവാശിനോട്, യോവാശ് എന്ന് പറയുന്നത് ഗിദെയോന്റെ പിതാവാണ്, യോവാശിനോട് നിന്റെ മകനെ പുറത്ത് കൊണ്ടുവരിക, അവൻ എന്തു ചെയ്യണം, അവൻ മരിക്കണം, അവനെ പുറത്തു കൊണ്ടുവാ, അവനെ ഞങ്ങൾക്ക് കൊല്ലണം. സ്തോത്രം. അവൻ എന്താണ് കാരണമെന്ന് ആ വാക്യത്തിൽ വളരെ വ്യക്തമാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. അപ്പോൾ ഇവിടെ പറയുകയാണ് അവൻ മരിക്കണം. ഗിദെയോനെ നോക്കി പട്ടണക്കാർ മുഴുവനും നിന്ന് പറയുകയാണ് അവൻ എന്ത് ചെയ്യണം, മരിക്കണം. ശ്രദ്ധിച്ചേ. അവൻ ഗിദെയോൻ എന്ന ഈ ദൈവമനുഷ്യൻ അവൻ മരിക്കണം എന്ന് പറയത്തക്ക നിലകളിലുള്ള സ്തോത്രം മാനുഷികമായ ഏതെങ്കിലും വൈരാഗ്യം ഈ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ആ പട്ടണക്കാർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പോൾ എന്തുകൊണ്ടാണ് അവൻ മരിക്കണമെന്ന് പട്ടണക്കാർ മുഴുവനും പറയാനിടയായി തീർന്നു. നമുക്കറിയാം കുലപാതക പരമ്പരകൾ ഒത്തിരി നടക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ പാർക്കുന്നത്. ചെറിയ തർക്കത്തിൻ്റെ പേരിൽ, ചെറിയ പകയുടെ പേരിൽ, ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിൽ അപ്പൻ മകനെ കൊല്ലുന്നു, മകൻ അപ്പനെ കൊല്ലുന്നു, സഹോദരങ്ങൾ തമ്മിൽ കൊല്ലുന്നു, സ്നേഹിതർ കൊല്ലുന്നു. ഇങ്ങനെ കുലപാതകങ്ങളുടെ വലിയ പരമ്പരകൾ നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട്. സ്വയമേ ചാകുന്നവരുണ്ട്, മറ്റുള്ളവർ കൊല്ലുന്നവരുണ്ട്. അങ്ങനെ പല കാര്യങ്ങളാണ് നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണങ്ങൾ പലതാണെന്ന് നമുക്കറിയാം. സ്തോത്രം. എന്നാൽ ഗിദെയോനോടുള്ള ബന്ധത്തിൽ അവൻ മരിക്കണം എന്ന് പട്ടണക്കാർ പറഞ്ഞതിൻ്റെ പിൻപിലെ വിഷയം എന്താണ്? ആ വിഷയത്തെയാണ് നമ്മൾ ഇന്ന് പകൽക്കാലം ഒന്ന് ഗ്രഹിക്കാനായിട്ട് പോകുന്നത്. ശ്രദ്ധിക്കുക. ഈ പട്ടണക്കാരെന്ന് പറയുന്നത്, ഈ പട്ടണക്കാർ ഇപ്പോൾ ആരാധിക്കുന്ന ആരാധനാ മൂർത്തികളുണ്ട്. ഈ പട്ടണക്കാർ ഇവിടെ പറയുന്ന ഗിദെയോന്റെ ഭവനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പട്ടണക്കാർ ആരാധിക്കുന്ന ആരാധന മൂർത്തികളുണ്ട്. അതിനെയാണ് അവിടെ ബാലിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ബാലും അശേരയും, ബാലിൻ്റെ പ്രതിഷ്ഠകൾ, ബാലിൻ്റെ ശക്തി, അശേരയുടെ പ്രതിഷ്ഠ, ബാലിൻ്റെ ക്ഷേത്രം, അശേരയുടെ ക്ഷേത്രം, ബാൽ അശേര എന്ന് പറയുന്നത് അവൻ ആ കാലഘട്ടങ്ങളിൽ ഉയർന്നു നിന്ന പൈശാചികമായ മൂർത്തികളായിരുന്നു. അവർ പൂജിച്ചുകൊണ്ടിരുന്ന, അവർ ആരാധിച്ചുകൊണ്ടിരുന്ന വിഗ്രഹങ്ങളെയാണ് ആ ഭാഗത്ത് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. അപ്പോൾ അങ്ങനൊരു പട്ടണം, ബാലിനെ ആരാധിക്കുന്നവർ, അശേരയെ ആരാധിക്കുന്ന ഒരു പട്ടണക്കാരെയാണ് നമുക്ക് ആ വചനത്തിൽ കാണുന്നത്. സ്തോത്രം. ഇനി ഇതിൻ്റെ ഈ കുടുംബവും അങ്ങനൊരു ആരാധന
ആരാധനയിൽ നിന്ന ഒരു കുടുംബമാണ്. കാരണം അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ആ ഭാഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. ഈ ഗിദെയോൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ അപ്പനായ അവൻ യോവാശും ഈ ഒരു കൂട്ടത്തിൽ ഉണ്ടായിരുന്നതാണ് എന്ന് അതിൻ്റെ 25-ാമത്തെ വചനം വായിക്കുമ്പോൾ കാണാൻ പറ്റും. 25-ാമത്തെ വചനം വായിച്ചാട്ടെ. അന്നു രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, നിന്റെ അപ്പന്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുചെന്ന് നിന്റെ അപ്പനുള്ള ബലിപീഠം ബാലിൻ ബലിപീഠം അപ്പനുള്ള ബാലിൻ ബലിപീഠം. അപ്പോൾ ഈ കുടുംബം മുഴുവനും ഈ ഒരു ആരാധനയെ ഫോളോ ചെയ്യുന്നവരാണ്. ഏതാരാധനയിൽ? ബാലിനെ ആരാധിക്കുന്നവരാണ് ആ കുടുംബത്തിലുള്ളവർ മുഴുവനും. അവൻ ബാലിനെ ആരാധിക്കുന്നവരാണ്. ആ പട്ടണക്കാർ ബാലിനെ ആരാധിക്കുന്നവരാണ്. സ്തോത്രം. അങ്ങനൊരു കുടുംബത്തിൻ്റെ അകത്ത് നിന്ന്, എൻ്റെ കൂടെ വരുന്നവർക്കായി സ്തോത്രം, അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ അകത്തു നിന്ന് എന്ന് പറഞ്ഞാൽ സത്യ ആരാധനയുടെ ഒരംശം പോലുമില്ലാത്ത ഒരു കുടുംബം, പട്ടണത്തിൽ സത്യ ആരാധനയുടെ ഒരനുഭവം പോലുമില്ലാത്ത പട്ടണം. സ്തോത്രം. അങ്ങനൊരു പട്ടണത്തിനകത്ത് നിന്നാണ് ഗിദെയോൻ എന്ന് പറയുന്ന ഒരു ദൈവ മനുഷ്യനെ ദൈവം വിളിച്ചു പുറത്തിറക്കി സത്യദൈവത്തെ ആരാധിക്കാനായിട്ട് ഇറക്കിക്കൊണ്ടുവരുന്നത്. സത്യദൈവത്തെ ആരാധിക്കാനായിട്ട് ഇറക്കിക്കൊണ്ട് വരുമ്പോൾ ഗിദെയോനിലൂടെ ഗിദെയോൻ പണിത 2 യാഗപീഠത്തെ ആ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. 2 യാഗപീഠത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തെ യാഗപീഠം അത് പറയുന്നത് 24-ാമത്തെ വാക്യത്തിൽ 1-ാമത്തെ യാഗപീഠം നമുക്ക് കാണാം. വായിച്ചേ. ഗിദെയോൻ അവിടെ യഹോവയ്ക്കൊരു യാഗപീഠം പണിത് അതിന് യഹോവ ശലോം എന്ന് പേരിട്ട് അത് ഇന്നുവരെയും അബിയേസർക്കുള്ള ഓഫ്രയിലുണ്ട്. ഗിദെയോൻ അവിടെ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു അതിന് യഹോവ ശലോം എന്ന് പേരിട്ടു. ഇതാണ് ഗിദെയോൻ പണിത 1-ാമത്തെ യാഗപീഠം. 2-ാമത്തെ യാഗപീഠമാണ് 25, 26 വാക്യങ്ങളിൽ വായിക്കുന്ന 2-ാമത്തെ യാഗപീഠം. നിങ്ങളെല്ലാവരും വചനം ശ്രദ്ധിക്കണം, വായിച്ച് നിങ്ങൾ നോക്കണം, എങ്കിലേ നിങ്ങൾക്കത് അറിയാത്തത് കൊണ്ട് പെട്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. 1-ാമത്തെ യാഗപീഠം 24-ാമത്തെ വാക്യത്തിൽ ഗിദെയോൻ പണിയുകയാണ്. ഈ യാഗപീഠത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ മുകളിലുള്ള വാക്യങ്ങളൊക്കെ വായിച്ചു വരുമ്പോൾ മാത്രമേ ഈ യാഗപീഠത്തിൻ്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാകത്തുള്ളൂ. 22 മുതലുള്ള വാക്യങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് വായിച്ചു വരുമ്പോൾ അവിടെ കാണുന്നുണ്ട് ദൈവം ഗിദെയോന് വേണ്ടി വെളിപ്പെടുന്നു. 22 മുതലുള്ള വാക്യങ്ങളാണ് അത്. ഞാനങ്ങ് പറയുകയാണ്. ദൈവം ഗിദെയോന് വേണ്ടി വെളിപ്പെടുന്നു. ദൈവം ഗിദെയോനോട് ദൂത് പറയുന്നു. ദൈവം ഗിദെയോന് അടയാളം കാണിക്കാമെന്ന് പറയുന്നു, അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. ഒന്ന്, ദൈവം തനിക്ക് വേണ്ടി വെളിപ്പെടുന്നു, ദൈവം തന്നോട് ദൂത് പറയുന്നു, ദൈവം അടയാളം കാണിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആ വചനത്തിനകത്ത് കാണാം. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഭാഗങ്ങളൊക്കെ വായിച്ച് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴാണ് 23-ാമത്തെ വചനത്തിനകത്ത് സ്തോത്രം നമ്മൾ കാണുന്നത്. എന്താ കാണുന്നത്? യഹോവയ്ക്ക് വേണ്ടി 24-ാമത്തെ വചനത്തിൽ യഹോവയ്ക്ക് വേണ്ടി അവനൊരു യാഗപീഠം എന്ത് ചെയ്യുകയാണ്? പണിയുകയാണ്. യഹോവയ്ക്ക് വേണ്ടി ഒരു യാഗപീഠം എന്ത് ചെയ്യുന്നു? പണിയുന്നു. എന്തിനു വേണ്ടിയാണ് ഈ യാഗപീഠം പണിയുന്നത് എന്ന് ചോദിച്ചാൽ, ഈ യാഗപീഠം പണിയുന്നത് ദൈവം ഗിദെയോന് വേണ്ടി വെളിപ്പെട്ടതിൻ്റെയും ദൈവം വെളിപ്പെട്ടതിൻ്റെയും ദൈവം തന്നോട് ദൂത് പറഞ്ഞതിൻ്റെയും ദൈവം ചില അടയാളങ്ങൾ ഗിദെയോന് കാണിച്ചു കൊടുത്തതിൻ്റെയും നന്ദി സൂചകമായിട്ടാണ് താൻ ഇവിടെ എന്തോ പണിയുന്നത്? ഒരു യാഗപീഠം പണിയുന്നത്. ഒരു താങ്ക്സ് ഗീവിങ് യാഗപീഠം എന്ന് പറയാം. ഒരു നന്ദി സൂചകമായിട്ടാണ് താൻ അവിടെ യഹോവയ്ക്ക് വേണ്ടി എന്ത് പണിയുന്നത്? ഒരു യാഗപീഠം പണിയുന്നത്. അങ്ങനെ ഒരു യാഗപീഠം താൻ പണിതു. ഇനി 2-ാമത്തെ യാഗപീഠം ശ്രദ്ധിച്ചേ. 1-ാമത്തെ യാഗപീഠം പണി കഴിഞ്ഞു. ഇനി 2-ാമത്തെ യാഗപീഠം. ആ 2-ാമത്തെ യാഗപീഠം അതിൻ്റെ 25-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ കാണാം. അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്. ശ്രദ്ധിക്കുക. അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത് നിന്റെ അപ്പന്റെ ഇളയ കാളയായ
7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുചെന്ന് നിന്റെ അപ്പനുള്ള ബാലിൻ ബലിപീഠം ഇടിച്ച് അതിനരികെയുള്ള അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളക. ഈ ദുർഗത്തിന്റെ മുകളിൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് നിയമപ്രകാരം ഒരു യാഗപീഠം പണിത് ആ രണ്ടാമത്തെ കാളയെ എടുത്ത് നീ വെട്ടിക്കളയുന്ന അശേര പ്രതിഷ്ഠയുടെ വിറക് കൊണ്ട് ഹോമയാഗം കഴിക്കുക. കരമുയർത്തി സ്തോത്രം ചെയ്താൽ നിങ്ങൾ ശ്രദ്ധിച്ച്, ഗിദെയോൻ 2 യാഗപീഠമാണ് എന്ത് ചെയ്യുന്നത്? പണിയുന്നത്. യാഗപീഠം എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ യാഗപീഠം എന്ന് പറഞ്ഞാൽ എന്തിനെ കാണിക്കുന്നത്? ആരാധനയുമായിട്ടുള്ള ബന്ധമാണ് യാഗപീഠത്തിനുള്ളത്. അപ്പൊ 2 ആരാധന, 2 യാഗപീഠം. ഒന്നാമത്തെ യാഗപീഠം ശ്രദ്ധിക്കണം. ഒന്നാമത്തെ യാഗപീഠത്തിന്റെ പ്രത്യേകത, ദൈവം തനിക്ക് വേണ്ടി വെളിപ്പെട്ടതിൻ്റെ, ദൈവം തന്നോട് സംസാരിച്ചതിൻ്റെ, ദൈവം തനിക്ക് അടയാളങ്ങൾ കാണിച്ചു കൊടുത്തതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് ആദ്യത്തെ യാഗപീഠം ആര് പണിതത്? കേട്ടില്ല. ഗിദെയോൻ പണിതത്. ആരും പറഞ്ഞിട്ടല്ല, ആരും ആവശ്യപ്പെട്ടിട്ടല്ല, ഗിദെയോൻ അത് പണിതത്. ആദ്യത്തെ ആരാധന ദൈവം ആവശ്യപ്പെട്ടിട്ടല്ല. അങ്ങനെ പറയാം, നിങ്ങൾക്ക് മനസ്സിലാക്കാം. 2 യാഗപീഠം, അതിലെ ആദ്യത്തെ ആരാധന, ആദ്യത്തെ യാഗപീഠം ദൈവം എന്ത് ചെയ്തിട്ടില്ല? ആവശ്യപ്പെട്ടിട്ടില്ല. ദൈവം പറഞ്ഞില്ല ഗിദെയോനോട് എന്ത് പണിയാൻ? യാഗപീഠം പണിയാൻ. പക്ഷേ ദൈവത്തോടുള്ള നന്ദി സൂചകമായിട്ട്, ദൈവം തന്നോട് സംസാരിച്ചതിനുള്ള നന്ദിയായിട്ട്, ദൈവം തന്നോട് ദൂത് പറഞ്ഞതിനോടുള്ള നന്ദിയായിട്ട്, ദൈവം തനിക്ക് അടയാളങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തതിനോടുള്ള നന്ദിയായിട്ട് ഗിദെയോൻ യഹോവയ്ക്ക് വേണ്ടി എന്ത് പണിതു? യാഗപീഠം പണിതു. ഇത് ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ ആവശ്യമായൊരു ഭാഗമാണ്. എന്താണ് ആവശ്യമായ ഭാഗം? ദൈവം പറഞ്ഞില്ല യാഗപീഠം പണിയാൻ, ദൈവദാസൻ പറഞ്ഞില്ല യാഗപീഠം പണിയാൻ. പക്ഷെ ദൈവം ചെയ്തത് ഓർത്തപ്പോൾ സ്വയമായിട്ട് യാഗപീഠം പണിതു. ദൈവം ചെയ്തത് ഓർത്തപ്പോൾ ആരും പറയാതെ ദൈവത്തെ എന്ത് ചെയ്തു? ആരാധിച്ചു. ദൈവം ചെയ്തതോർത്തപ്പോൾ ആരും പറയാതെ കരം ഉയർത്തിപ്പോയി. ദൈവം ചെയ്തതോർത്തപ്പോൾ ആരും പറയാതെ നൃത്തം ചവിട്ടി. ഇത് ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. ഒന്നാമത്തെ യാഗപീഠം വളരെ ആവശ്യമാണ്. ദൈവം ചെയ്ത നന്മകൾ ഓർത്ത്, അതാണ് കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ നമ്മൾ പാട്ടുകളിലൂടെ, വരികളിലൂടെ ഒക്കെ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ദൈവം നമുക്ക് വേണ്ടി ചെയ്തത്, നമ്മുടെ സഭയ്ക്ക് വേണ്ടി ചെയ്തത്, കുടുംബങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഒക്കെ ഓർത്തുകൊണ്ട് ആരും പറയാതെ തന്നെ ദൈവത്തെ ഇതിനകത്ത് ആരാധിച്ചവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. എൻ്റെ കൂടെ വരണം. ദൂതിലേക്ക് ഞാൻ വരികയാണ്. ആരും പറയാതെ ഞാൻ സ്വപ്നം കാണുന്ന ഒരു ആരാധന, ഈ ദൈവസഭയെക്കുറിച്ച് ഞാൻ സ്വപ്നം കാണുന്ന ഒരു ആരാധന, ലീഡ് ചെയ്യുന്നവർ പറയാതെ വരുമ്പോളെ ആരാധിച്ച് തുടങ്ങുന്ന ഒരു കൂട്ടം. ഹല്ലേലൂയ. ലീഡ് ചെയ്യുന്നവർ പറയാതെ കൈയടിച്ച് ആത്മാവിൽ ആരാധിക്കുന്ന ഒരു കൂട്ടം. ലീഡ് ചെയ്യുന്നവർ ആഹ്വാനം കൂടാതെ പാടി ദൈവത്തെ സ്തുതിക്കുന്ന ദൈവജനത്തിന്റെ ഒരു കൂട്ടം. കീബോർഡിന്റെ താളം വിഷയമാക്കാതെ, ലീഡ് ചെയ്യുന്നവരെ വിഷയമാക്കാതെ ദൈവത്തെ ഹൃദയം തുറന്ന് നന്ദിയോടെ ആരാധിക്കുന്ന ഒരു ആരാധനക്കാരെ ഇതിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ ഒരു കൂട്ടത്തെ ഇതിനകത്ത് നോക്കുന്നുണ്ട്. അങ്ങനെ ഒരാളായി തീരുവാൻ കഴിഞ്ഞാൽ അതൊത്തിരി സന്തോഷകരമായൊരു കാര്യമാണ്. ഒത്തിരി സന്തോഷകരമായൊരു കാര്യമാണ്. അത് വേണം, അത് നിങ്ങൾക്ക് വേണം. അതാരും പറഞ്ഞിട്ടല്ല, പറഞ്ഞു ചെയ്യാനുള്ളതല്ലത്, അറിഞ്ഞു ചെയ്യാനുള്ളതാ. സ്തോത്രം. ആരും പറയാതെ തന്നെ ഒന്നാമത്തെ യാഗപീഠം പണിയണം. ഒന്നാമത്തെ യാഗപീഠം പണിയണം. അങ്ങനെ യാഗപീഠം പണിയുന്നവർക്ക് വർഷിപ്പ് ലീഡർ വിഷയമല്ല, കറണ്ട് പോകുന്നത് വിഷയമല്ല, കീബോർഡ് വിഷയമല്ല, താളം വിഷയമല്ല. ഇതൊന്നും ഒരു വിഷയമല്ല. സ്തോത്രം. അവർക്ക് വിഷയം ആരാധനയാണ്. ആരാധനയാണ്. എത്ര പേർക്ക് ആ ഒരു വെളിപ്പാടിൽ വരാൻ ആഗ്രഹമുണ്ട്? അപ്പൊ അങ്ങനെ ഒരു യാഗപീഠമാണ് ഗിദെയോൻ ഒന്നാമത് പണിതത്. പക്ഷെ രണ്ടാമത്തെ യാഗപീഠത്തിലേക്ക് വന്നപ്പോൾ ചില വ്യത്യാസങ്ങളോടുണ്ടായി. രണ്ടാമത്തെ യാഗപീഠം എന്ന് പറയുന്നത്, അവിടെ പറയുകയാണ്, അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്. സ്തോത്രം. അന്ന് രാത്രി. ഏത് രാത്രി? ഒന്നാമത്തെ യാഗപീഠം
ആരും പറയാതെ പണിത് ദൈവത്തിന് നന്ദി കൊടുത്ത, താങ്ക്സ് കൊടുത്ത, ദൈവമേ എനിക്ക് വേണ്ടി വെളിപ്പെട്ടതിന് നന്ദി, എനിക്ക് ദൂത തന്നതിന് നന്ദി, 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 സ്തോത്രം. ഇങ്ങനെ പറഞ്ഞ് യഹോവയ്ക്ക് വേണ്ടി ഗിദെയോൻ ഒരു യാഗപീഠം പണിതതിൻ്റെ രാത്രിയിൽ, സ്തോത്രം, തമ്പുരാൻ അവനോട് കൽപ്പിച്ചു. പറഞ്ഞെന്നല്ല പറയുന്നത്, അവനോട് കൽപ്പിച്ചു. സ്തോത്രം. കർത്താവ് അവനോട് കൽപ്പിച്ചു. യേശു അവനോട് പറഞ്ഞെന്നല്ല, ദൈവം അവനോട് പറഞ്ഞെന്നല്ല, കൽപ്പിച്ചു, കൽപ്പിച്ചു, കൽപ്പിച്ചു. എൻ്റെ കൂടെ വരുന്നോ? കൽപ്പിക്കുക, കൽപ്പിക്കുക. സ്തോത്രം. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും. ഇപ്പൊ എൻ്റെ കാർ ഒന്ന് കഴുകണം, ഭയങ്കര പൊടിയാണ്, ഒന്ന് കഴുകണം. എൻ്റെ മോനോട്, ആൽവിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യത്തില്ല, മോനെ ആൽവിനെ ഒന്ന് കഴുകി തരാമോടാ എന്ന് ഞാൻ പറയത്തില്ല. മര്യാദയ്ക്ക് പോയി ആ കാറ് കഴുകിയിട് എന്ന് ഞാൻ പറയത്തുള്ളൂ. എന്നാൽ അനീഷ് ആണെങ്കിൽ അനീഷിനോട്, അനീഷ മര്യാദയ്ക്ക് പോയി ആ കാറ് കഴുകിയിടാം എന്ന് ഞാൻ അനീഷിനോട് പറയത്തില്ല. അനീഷേ, സമയമുണ്ടെങ്കിൽ ആ കാറൊന്ന് കഴുകിയിട്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നേ ഞാൻ പറയത്തുള്ളൂ. എന്താ കാര്യം അറിയോ? എൻ്റെ മോനോട് ഞാൻ പറയത്തില്ല, മോനെ സമയമുണ്ടെങ്കിൽ പപ്പയുടെ കാറൊന്ന് കഴുകിയിട്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് എൻ്റെ മോനോട് ഞാൻ പറയില്ല. പക്ഷെ അനീഷിനോട് ഞാൻ പറയുന്ന ശൈലി ഇങ്ങനെയാണ്, കഴിയുമെങ്കിൽ ആ കാറൊന്ന് കഴുകിയിട്ടാൽ കൊള്ളാമായിരുന്നു. ഞാൻ ആ വാക്യം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, കൽപ്പിക്കണമെങ്കിൽ നല്ല ബന്ധം വേണം. കൽപ്പിക്കണമെങ്കിൽ ഒരു അപ്പൻ മകൻ ബന്ധം വേണം. ഇല്ലെങ്കിൽ കൽപ്പന മടക്കത്തില്ല, കൽപ്പിക്കത്തില്ല, റിക്വസ്റ്റ് ചെയ്യത്തേ ഉള്ളൂ. രക്തത്താൽ ജയമെടുക്കട്ടെ. സ്തോത്രം. ഞാൻ ആത്മാവിൽ പറയട്ടെ, കർത്താവിന് നിന്നെ നോക്കി ചിലത് കൽപ്പിക്കണമെങ്കിൽ കർത്താവുമായിട്ട് നിനക്ക് അത്രയും ബന്ധം വേണം. ബന്ധമുണ്ടെങ്കിലേ കൽപ്പന നടക്കത്തുള്ളൂ. സ്തോത്രം. അപ്പോൾ തമ്പുരാൻ ഗിദെയോനോട് എന്ത് ചെയ്യുകയാണ്? കൽപ്പിക്കുകയാണ്. എന്താണ് കൽപ്പിച്ചത്? ഗിദെയോനോട് ദൈവം കൽപ്പിക്കുന്നു, നീ ഒരു യാഗപീഠം പണിതു, എനിക്കിഷ്ടപ്പെട്ടു, താങ്ക്സ് ഗിവിങ്, നന്ദി തരുന്ന യാഗപീഠമാണ്, അടിയനിതാ ദേവ എന്ന് പാടുന്ന യാഗപീഠമാണ്, നന്ദിയോടെ സ്തുതി പാടിടാം എന്ന് പറയുന്ന യാഗപീഠമാണ്. നീ അതിനകത്ത് കരഞ്ഞു, നിലവിളിച്ചു. കാര്യം ദൈവം ചെയ്ത നന്ദി, ദൈവത്തിന് നന്ദി കൊടുക്കാൻ നിന്ന് ആരാ കരയാത്തെ? ദൈവത്തിന് താങ്ക്സ് പറയാൻ നിന്ന് ആർക്കാ കരച്ചിൽ വരാത്ത? ദൈവവുമായി ബന്ധമുള്ള എല്ലാവർക്കും കരച്ചിൽ വരും. ഇതൊക്കെ നീ ചെയ്തു, അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ നിനക്കൊരു കൽപ്പന തരികയാണ്, നീ രണ്ടാമതൊരു യാഗപീഠം പണിയണം. നീ രണ്ടാമതൊരു യാഗപീഠം പണിയണം. രണ്ടാമതൊരു യാഗപീഠം പണിയുന്ന വിഷയം വന്നപ്പോൾ തമ്പുരാൻ പറഞ്ഞു, ചുമ്മാതെ ആദ്യത്തെ യാഗപീഠം പണിയാൻ വേണ്ടി നീ വന്നപ്പോൾ നീ കരമുയർത്തി താങ്ക്സ് ഗിവിങ് ഒക്കെ പറഞ്ഞ് ഒരു യാഗപീഠം നിന്റെ ഇഷ്ടത്തിന് നീ പണിതതാ. പക്ഷെ രണ്ടാമത്തെ യാഗപീഠം പണിയുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം, അതുപോലെ പണിതാ മതി. എന്താ തമ്പുരാൻ പറഞ്ഞു കൊടുത്തത്? അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, നിന്റെ അപ്പൻ്റെ ഇളയ കാളയായ 7 വയസ്സുള്ള, അപ്പൻ്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുചെന്ന്. ഒന്ന് നിൽക്കണേ നിങ്ങൾ, ആ വചനം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. തമ്പുരാൻ ഗിദെയോനോട് പറയുകയാണ്, ഇതിനകത്തെല്ലാം ഒത്തിരി ആത്മീക ദൂതുകളുണ്ട്. തമ്പുരാൻ ഗിദെയോനോട് പറയുകയാണ്, നിന്റെ അപ്പൻ്റെ ഇളയ കാള. അപ്പൊ അതിനർത്ഥം മൂത്ത കാളയും ഉണ്ട്, മൂത്ത കാളയുണ്ട്. ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ. സ്തോത്രം, സ്തോത്രം. പിള്ളേരുടെ വയസ്സ് എന്നോട് ചോദിച്ചാൽ പലപ്പോഴും ഞാൻ പപ്പപ്പ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സ്വന്തം പിള്ളേരുടെ പ്രായം പോലും എനിക്ക് തെറ്റുകൂടാതെ ചില സമയത്ത് പറയാൻ പറ്റിയിട്ടില്ല. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച്, തമ്പുരാൻ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്ക്, നിന്റെ അപ്പൻ്റെ ഇളയ കാളയായ 7 വയസ്സുള്ള
രണ്ടാമത്തെ കാളയെന്ന് പറഞ്ഞാൽ എൻ്റെ തമ്പുരാൻ ഈ മിണ്ടാപ്രാണിയുടെ സ്തോത്ര വയസ്സ് പോലും തമ്പുരാൻ്റെ കാൽക്കുലേഷൻ ഉണ്ട്. മനസ്സിലായോ നിങ്ങൾക്ക്? ഒരു മിണ്ടാപ്രാണിയുടെ പ്രായം പോലും കണ്ടോ. ഇളയ കാളയായ 8 വയസ്സെന്നല്ല. എടാ നിന്റെ കാളയ്ക്ക് എത്ര വയസ്സുണ്ടെടാ ഗിദെയോനെ? 8 ആയോ എന്ന് ദൈവം ചോദിച്ചില്ല. 6 കഴിഞ്ഞോ എന്ന് ദൈവം ചോദിച്ചില്ല. 7 വയസ്സുള്ള നിന്റെ എരുത്തിരിൽ നിൽക്കുന്ന, പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായോ? അവ പുളിയരിയും കാടിയും കടിക്കുന്ന, ഒരിക്കൽ പോലും സ്തോത്രം പറയാത്ത, ദൈവത്തോടൊരു കടപ്പാടുമില്ലാത്ത, യേശുവിൻ്റെ രക്തത്തിൻ്റെ വീണ്ടെടുപ്പ് ഒരിക്കൽ പോലും അനുഭവിച്ചിട്ടില്ലാത്ത എരുത്തിരിൽ നിൽക്കുന്ന ഒരു കാളയുടെ വയസ്സറിയാകുന്ന ദൈവത്തിന് നിന്റെ മോടെ പ്രായം അറിയത്തില്ലേ? നിന്റെ മോടെ പ്രായം അറിയത്തില്ലേ? നിന്റെ മോന്റെ പ്രായം അറിയത്തില്ലേ? നിന്റെ കുഞ്ഞിന് വിവാഹ പ്രായം എന്ന് ഈ ദൈവത്തിന് അറിയത്തില്ലേ? നിന്റെ മോനൊരു ഭാവിക്ക് സമയമായെന്ന് ഈ ദൈവത്തിന് അറിയത്തില്ലേ? മനസ്സിലായവർക്കായി ദൈവത്തിന് സ്തോത്രം പറയുന്നു. നമുക്കാദിയ, നമുക്ക് കുഞ്ഞുങ്ങളെ എസ്പെഷ്യലി പെൺപിള്ളാരുള്ള മധ്യ നമുക്കാദിയ കർത്താവേ, അവളുടെ ഭാവി, അവൾ ഇത്രയും വയസ്സ് കഴിഞ്ഞ് കർത്താവേ, അവൾക്ക് പല കാര്യങ്ങൾ എത്തുവാനുണ്ട്. അവളുടെ പ്രായം കഴിയും തോറും അല്ലേ ഈ കൊച്ചു കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ അവയില്ലാത്ത എന്നോട് ദൈവാത്മാ പദം പറയുന്നു. അവ തലമുറയെ കുറിച്ച് പറയുമ്പോൾ ഒരാധി ആദി കർത്താവേ, വയസ്സ് ഇത്രയുമായി കർത്താവേ, ഇതുവരെയും എത്തിയിട്ടില്ലല്ലോ, ഇത്രയാ എന്ന് ഹൃദയത്തിനകത്ത് പലപ്പോഴും ചിന്തിക്കുമ്പോൾ പുറത്ത് നീ ആരോടും പറയുന്നില്ലെങ്കിലും നിന്റെ ഊടിലും ഉറക്കത്തിലും ജോലി സ്ഥലത്തുമൊക്കെ നിന്റെ തലമുറയുടെ പ്രായം ഒരാദി പോലെ നിന്റെ അകത്ത് കത്തുന്നത് ആത്മാവെന്നെ ഇന്ന് പകൽ വെളിപ്പാടിൽ കാണിക്കുന്നുണ്ട്. ഞാനതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ വ്യക്തമായി പറയുന്നു, അവൻ നിന്റെ കുഞ്ഞിന്റെ പ്രായം നിനക്കൊരാദിയാണെങ്കിൽ വിശ്വസിക്ക്, അവ കാളയുടെ പ്രായം അറിയാകുന്ന ഒരു ദൈവമാണ്. ഇന്ന് പകൽ നിന്റെ കുഞ്ഞിന്റെ പ്രായോ അറിയാതിരിക്കത്തില്ല. അവൻ തക്ക സമയത്ത് ആ വിഷയത്തിന് മേല് ഇടപെടാൻ വിശ്വസ്തനാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽ കർത്താവിന് കരമുയർത്തി സ്തോത്രം പറയണം. ഞാൻ ആ വാക്യം വായിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞ കാര്യമാണ്. ഒരു എരുത്തിനകത്ത് നിൽക്കുന്ന ഒരു കാളയുടെ വയസ്സ് അത് ഇളയതാണോ മൂത്തതാണോ എന്ന് തമ്പുരാന്റെ കൗണ്ടിലുണ്ടെങ്കിൽ എൻ തലയിലെ മുടികളെല്ലാം നിർണയമെന്ന് ഞാൻ അറിയുന്നു. അതിലൊന്ന് നിലത്ത് വീഴണമെങ്കിൽ, നിങ്ങൾ കേട്ടില്ല, എൻ തലയിലെ മുടികൾ, ഓ എൻ തലയിലെ മുടികളുമെല്ലാം അറിയുന്നു. ഒന്നാതിൽ നിലത്തു വീണിടണമെങ്കിൽ, ഒന്നാതിൽ നിലത്തു വീണിടണമെങ്കിൽ ഉന്നതനറിഞ്ഞേ സാധ്യമായിടൂ. എന്ത് പാട്ടാ! എന്റെ തലയിലെ സഹോദരിമാരെ, നിങ്ങളൊക്കെ കുളിക്കുമ്പോൾ എത്ര മുടിയാ നിങ്ങളുടെ തലയിൽ നിന്ന് പോകുന്നല്ലേ? പാട്ടുകാരൻ പാടുക, എൻ്റെ തലയിലെ, നമ്മളൊന്നും നിസാരമായി കാണുന്ന ഇത് വലിയ കാര്യമല്ലല്ലോ എന്ന് പറയുന്ന തലയിലെ മുടികളെല്ലാം നിർണയം അവൻ അറിയുന്നു. അതിലൊന്ന് നിലത്ത് വീണിടണമെങ്കിൽ ഉന്നതൻ അറിഞ്ഞേ. ആൽബർട്ട് കേറിയ തെങ്ങിന്റെ മൂടില്ലെന്ന് ദൈവത്തിന് അറിയായിരുന്നു. ചോദിച്ചു, പിന്നെന്തിനാ അവൻ ആ മരത്തെ കയറിയെന്ന്? പുള്ളി അവനറിയായിരുന്നു അതിന് മൂടില്ല, മൂടളകിയിരിക്കാന്ന്. ആൽബർട്ടിന് അറിയത്തില്ലല്ലോ, പുള്ളിക്ക് അറിയത്തില്ല, പക്ഷെ ദൈവത്തിന് അറിയായിരുന്നു. വീണത് റോഡിലാണെങ്കിലും താങ്ങിയത് ദൈവകരമാണ്. പ്രൈസ് ജീസസ്, പ്രൈസ് ജീസസ്. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവമക്കൾ വിശ്വസിച്ചോണം, തലയിലെ ഒരു മുടി നിലത്ത് പോകണമെങ്കിൽ
ആരുടെ തലയിലെയാ? കഞ്ചാവടിച്ച് നടക്കുന്നവരുടെ തലയിലെയല്ല. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലുണ്ട്, ആരാധിക്കുന്ന ദൈവ പൈതലുണ്ട്, ദൈവത്തിനു വേണ്ടി ജീവിക്കുന്ന ദൈവ പൈതലിന്റെ ഒരു തലയിലെ മുടി നിലത്ത് വീഴണമെങ്കിൽ അത് ഉന്നതൻ അറിഞ്ഞിട്ടേ സാധ്യമാകത്തുള്ളെങ്കിൽ എപ്പോഴും ഉപവാസവും പ്രാർത്ഥനയും നടക്കുന്ന ലോഗോസ് ചർച്ചിനകത്ത് എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ എൻ്റെ അരിമനാഥന്റെ അനുവാദം കൂടാതെ അത് സംഭവിക്കത്തില്ല. എന്നാൽ ചിലതൊക്കെ സംഭവിക്കുന്നത് എന്തിനെന്നറിയാമോ? നമ്മളെ ഒന്നുകൂടെ ഉണർത്തുവാനാണ്, നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനാണ്. ഇന്നലെ കടന്നുപോയ ചർച്ചിൽ ദൈവദാസന്റെ കൊച്ചുമോൻ, വളരെ കൊച്ചു, അവന് 10 വയസ്സിൽ താഴെ പ്രായമുള്ളത് ഒന്നല്ലേ, ജനനത്തിൽ തന്നെ 1 വയസ്സുള്ളപ്പോൾ അല്ലേ, 1 മാസം ജനിച്ച് 1 മാസം ആയപ്പോൾ ആ കുഞ്ഞിന് ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുന്നു. ഓപ്പൺ ഹാർട്ട് സർജറി 1 മാസമായി കുഞ്ഞിന്. അനുഗ്രഹിതനായൊരു ദൈവദാസന്റെ കൊച്ചുമകൻ, അദ്ദേഹത്തിൻ്റെ പിതാവും പാസ്റ്ററാണ്, ദുബൈയിൽ ഇംഗ്ലീഷ് ചർച്ചിൻ്റെ പാസ്റ്ററാണ്. ആ കുഞ്ഞും സഹോദരിയും ഒക്കെ ഇന്നലെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. 1 മാസമായപ്പോൾ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്തു. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, ആ കുഞ്ഞാണ് അവിടെ ഡ്രം സെറ്റ് വായിച്ചത്, ഡ്രം വായിച്ചത് ആ കുഞ്ഞാണ്. ഡ്രമ്മിൻ്റെ സെറ്റ് വായിച്ചത് ആ കുഞ്ഞാണ്. അപ്പോൾ ഇവന് ഇത് വായിക്കുമ്പോൾ, അവനിപ്പോൾ അവധിക്ക് വന്നതാണ് അവൻ ആ ചർച്ചിലെ ഡ്രം സെറ്റ് വായിക്കുമ്പോൾ എനിക്കെന്തോ ഒരു വ്യത്യസ്തത തോന്നി. അവൻ വായിക്കുന്നത് താളമൊക്കെ തെറ്റുന്നുണ്ട്, കീബോർഡുമായിട്ട് ചില തെറ്റുന്നുണ്ടെങ്കിലും ഞാൻ ചിന്തിച്ചു സംതിങ്, എന്തോ ഇവനൊരു വ്യത്യസ്തതയുണ്ടല്ലോ എന്ന് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുകയും ചെയ്തു. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടാണ് പാസ്റ്ററിനോട് പറഞ്ഞത്, പാസ്റ്ററെ ഇവനൊരു അത്ഭുതമാണ്, ഇവനൊരു അത്ഭുതമാണ്. ഞാൻ ചോദിച്ചു അതെന്താ അത്ഭുതമാകാൻ കാരണം? ഇങ്ങനെ ഒരു വിഷയം 1-ാമത്തെ മാസം ഓപ്പൺ ഹാർട്ട് സർജറി ആ ഹോസ്പിറ്റലിൽ ചെയ്ത ആദ്യത്തെ കുഞ്ഞ് ഈ കുഞ്ഞായിരുന്നു. അതിന് ശേഷവും മുമ്പും അങ്ങനെ ആരും ചെയ്യേണ്ടി വന്നിട്ടില്ല. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനൊരു സാഹചര്യം ആ തലമുറയുടെ ജീവിതത്തിൽ കടന്നു വന്നെങ്കിലും അതിനകത്ത് ഇവനെക്കുറിച്ചൊരു വലിയ ദൈവ പദ്ധതി ഉണ്ട്. അതാണ് അവൻ ഡ്രം സെറ്റ് വായിച്ചപ്പോൾ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായത്. പറഞ്ഞത് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം പറയുന്നു. അവൻ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഏറ്റവും കൂടുതൽ ദൈവത്തിന് ഉപയോഗിക്കാനുള്ള തലമുറയ്ക്ക് നേരെ ഏറ്റവും കൂടുതൽ പോരാട്ടങ്ങൾ ഉയരുമെന്നത് സ്വാഭാവികമാണ്. ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയരുന്നുള്ളത് സ്വാഭാവികമാണ്. അതിനകത്തൊരു ദൈവപ്രവൃത്തി ഉണ്ടത് ഞാൻ ആത്മാവിൽ കാണുന്നു. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുക. അവൻ ഇന്ന് പകൽ കേൾക്ക്, എൻ്റെ തലയിലെ ഒരു മുടി നിലത്ത് വീഴണമെങ്കിൽ ഉന്നതൻ അറിഞ്ഞ് സാധ്യമായിടും. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്ക്, നമ്മളെയും നമുക്കുള്ളതിനെയും നന്നായിട്ട് അറിയുന്ന കർത്താവിൻ്റെ കരങ്ങളിലാണ് ഇന്ന് പകലിരിക്കുന്നത്. ഞാൻ ആ ഭാഗം വിടുക, ആ ഭാഗം വിട്ട് ആ വചനത്തിലേക്ക് വരിക. അപ്പനുള്ള ബാലൻ, അമ്മ സ്തോത്രം, 7 വയസ്സുള്ള 2-ാമത്തെ കാളയെ കൊണ്ടുചെന്ന് നിന്റെ അപ്പനുള്ള ബാലൻ ബലിപീഠം ഇടിച്ച് അതിനരികെയുള്ള അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളക. എന്നെ കേൾക്കുന്നുണ്ടോ? നിന്റെ അപ്പനുള്ള ബാലിൽ ബലിപീഠം ഇടിച്ച് അതിനരികെയുള്ള അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളക. സ്തോത്രം. ആദ്യത്തെ യാഗപീഠം ഗിദെയോൻ പണിതു, സത്യമാണ്. ദൈവത്തിന് നന്ദി കൊടുത്തു, സത്യമാണ്. ദൈവത്തെ ഉയർത്തി, സത്യമാണ്. പക്ഷെ തമ്പുരാൻ നോക്കിയപ്പോ ഇടിയേണ്ടതും പൊളിയേണ്ടതും അവിടെ ഇരിപ്പുണ്ട്. ഇപ്പോഴും പറഞ്ഞത് കേട്ടില്ല. ഇടിഞ്ഞു മാറേണ്ടതും പൊളിഞ്ഞു മാറേണ്ടതുമായ പട്ടണത്തിലെ ശക്തി, ബാലിന്റെ ശക്തി, അശേരയുടെ ശക്തി അവിടെ ഇരിപ്പുണ്ട്. അതിനൊരു കുലുക്കവും സംഭവിച്ചിട്ടില്ല. ദൈവാത്മാവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ബോസ് പാസ്റ്ററെ, നമ്മളിൽ പലരും ഭയങ്കര ആരാധന ഇതിനകത്ത്, പക്ഷേ ഈ ആരാധനയൊന്നും അവനെ ഇതുവരെ ബാധിച്ചിട്ടില്ല, അവനെ ഇതുവരെ കുലുക്കിയിട്ടില്ല, അവന്റെ അടിത്തറകളെ ഇളക്കിയിട്ടില്ല. രക്തത്താൽ ജയമെടുക്കുക. പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. അവൻ അതുപോലെ തന്നെ അവിടെ ഇരിപ്പുണ്ട്. ഒരു മാറ്റവും അശേരയ്ക്ക് വന്നിട്ടില്ല, ഒരു ചേഞ്ചും ബാലിന് വന്നിട്ടില്ല, ആ ശക്തിക്ക് ഒരു കുലുക്കവും വന്നിട്ടില്ല. ആരാധിക്കാൻ ഇറങ്ങിയെന്ന് ചോദിച്ചാൽ ആരാധിക്കാൻ ഇറങ്ങി, ആരാധിച്ചോ ചോദിച്ചാൽ ആരാധിച്ചിട്ടുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായി ഇളകി മാറേണ്ടത് മാറിയിട്ടില്ല. നമ്മുടെ ആരാധനയിൽ കയ്യടി വെളിപ്പെട്ടാ പോരാ, നമ്മുടെ ആരാധനയിൽ അന്യഭാഷ വെളിപ്പെട്ടാ പോരാ,
നമ്മുടെ ആരാധനയിൽ കുറച്ച് നൃത്തം മാത്രം നടന്നാൽ പോരാ. നമ്മുടെ ആരാധനയിൽ അവൻ ചിലതൊക്കെ ഇളകി മാറണമെന്ന് രണ്ടാമത്തെ യാഗപീഠം പണിയുമ്പോൾ അവൻ തമ്പുരാൻ ആഗ്രഹിച്ചത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ കേവലം ഒരു ആരാധനക്കാരായിട്ട് ലോഗോസിൽ നിന്ന് മടങ്ങി പോകരുത്. ഇന്ന് പകൽ ആരാധന കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ ഇതുവരെ കുലുങ്ങാത്ത ചിലതൊക്കെ കുലുങ്ങട്ടെ, ഇതുവരെ ഇളകാത്ത ചിലതൊക്കെ ഇളകട്ടെ, ഇതുവരെ തകരാത്ത ചിലതൊക്കെ തകരട്ടെ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ആദ്യത്തെ യാഗപീഠം പണിത് ഗിദെയോൻ ദൈവത്തെ ആരാധിക്കുമ്പോഴും അവന്റെ കുടുംബം വർഷങ്ങളായി ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആരാധന ശക്തിയുടെ ബലം 1% പോലും ക്ഷയിച്ചിട്ടില്ല. 1% പോലും ക്ഷയിച്ചിട്ടില്ല. സ്തോത്രം. ആരാധിക്കുന്നോ എന്ന് ചോദിച്ചാൽ ആരാധിക്കുന്നുണ്ട്. ഇന്ന് പകൽ ദൈവാത്മാവ് പറയുക, മോനെ നടക്കത്തില്ല. ഒന്നാമത്തെ യാഗപീഠം പരിപാടിയൊക്കെ കൊള്ളാം, നല്ലതാ. പക്ഷേ അതുകൊണ്ട് നടക്കേണ്ടുന്ന ചിലത് നടക്കുന്നില്ല. എന്തിനാ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്? ആരാധനയിൽ ദൈവിക പ്രസാദം ഉണ്ടാകണം. അപ്പോൾ തന്നെ അതിനകത്ത് ചിലതൊക്കെ തകർന്നു മാറണം. സ്തോത്രം. അവൻ നിന്റെ വീടിനകത്ത് നിന്ന് ചിലത് ഇളകി മാറണം. എങ്കിൽ മാത്രമേ സ്വാതന്ത്ര്യം ഉണ്ടാകത്തുള്ളൂ. എങ്കിൽ മാത്രമേ ചിലതൊക്കെ വിടുവിക്കപ്പെടത്തുള്ളൂ. എങ്കിൽ മാത്രമേ ചിലതൊക്കെ ഉദ്ധരിക്കപ്പെടത്തുള്ളൂ. ഇന്ന് പകൽക്കാലം അതിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുക. സ്തോത്രം. പട്ടണത്തിലെ ശക്തി, അപ്പൻ ആരാധിക്കുന്നത്, കുടുംബക്കാരാരാധിക്കുന്നത് എല്ലാം എന്തിനെയാണ്? ഈ ബാലിനെയാണ്. കേൾക്കുന്നുണ്ടോ അനീഷേ? സഹോദരന്മാരെ കേട്ടെ, നിന്നെ ദൈവം ഈ കുടുംബത്തിൽ നിന്ന് വിളിച്ചു പുറത്തിറക്കിയത് ഇതിനെ മൊത്തം അരിയാൻ. യേശുവിൻ്റെ നാമത്തിൽ ദൈവം നിന്നെ വിളിച്ചിറക്കി. ഒരു ദൂത് പറഞ്ഞില്ല ഈ ബലത്തോടെ പോകാന്ന്. എന്തിനാണെന്നറിയോ? ഇതിനെ മൊത്തം തുടച്ചു മാറ്റാനാ. ഓടനാവട്ടം ദേശത്തിൽ ലോഗോസിനെ ദൈവം സ്ഥാപിച്ചത് അവൻ കുറച്ച് കൈയടിച്ച് വീട്ടിൽ പോകാനല്ല. ഈ പട്ടണത്തിൽ തല ഉയർത്തി നിൽക്കുന്ന അന്ധകാര ശക്തിയുടെ ആധിപത്യങ്ങൾ എൻ്റെ കൂടെ ആത്മാവിൽ വരാൻ പറ്റുന്നവര് വന്നോ? ഇതൊരു യുദ്ധമാണെന്ന് മകൾ നടക്കുന്നത്. ഈ പട്ടണത്തെ വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി ഈ ദേശത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അവ ചില ഇരുട്ടിന്റെ അധികാരങ്ങളോട് കോംപ്രമൈസ് ചെയ്യാനല്ല, അതിനെ 19 വാർഡിൽ നിന്ന് തുടച്ചു മാറ്റാൻ. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. എന്നോട് ദൈവം സംസാരിക്കുന്നു, ഞാൻ ദൂത് ഏറ്റെടുക്കുന്നുണ്ട്. മനസ്സിലാകുന്നവർ മാത്രം ഇന്ന് പകൽ ഈ ദൂതിന്റെ കൂടെ വന്നാൽ മതി. ഈ വെളിപ്പാടിൻ്റെ കൂടെ വന്നാൽ മതി. നിന്നെ വിളിച്ചിറക്കിയത് ഞായറാഴ്ച വന്ന് 10 രൂപ ഇട്ടിട്ട് വീട്ടിൽ പോകാനല്ല, ചുമ്മാ അതൊന്ന് കുലുങ്ങിയിട്ട് വീട്ടിൽ പോകാനല്ല, അവൻ നാട്ടുകാരൻ പറഞ്ഞ്, അവൻ കുടുംബകാര്യം പറഞ്ഞ് വീട്ടിൽ പോകാനല്ല. ഗിദെയോനെ, ദൈവം നിന്നെ ഈ കുടുംബത്തിൽ നിന്ന് പുറത്തിറക്കിയത് അവൻ ചിലതിനെയൊക്കെ നീ തുടച്ചു മാറ്റണം. എവിടുന്ന് മാറ്റണം? ദേശത്തിൽ നിന്ന് മാറ്റണം, കുടുംബങ്ങളിൽ നിന്ന് മാറ്റണം, നിന്റെ ഭവനത്തിൽ നിന്ന് മാറ്റണം. ഇന്ന് മകൾ ദൈവനോട് പറയുകയാണ്, ഇന്നത്തെ ആരാധനയിൽ അങ്ങനെ ഒരു അഭിഷേകം ദൈവം ചിലതിന്റെ മേൽ ഇടാൻ പോകുകയാണ്. ഒന്നാമത്തെ യാഗപീഠം പണിതിട്ട് നടക്കാതെ പോയത്, വർഷങ്ങളായി നീ ആരാധിച്ചിട്ട് ഈ ദേശത്തിൽ നടക്കാതെ പോയത്, നിന്റെ കുടുംബത്തിൽ നടക്കാതെ പോയത്, ആത്മാവിനോട് പറയുന്നു, ഇനി നിന്റെ വീടിനകത്ത് ആ വിളക്ക് കത്തത്തില്ല. ഇനി നിന്റെ വീടിനകത്ത് ആ വിളക്ക് കത്തത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഇനി നിന്റെ വീട്ടിന്റെ പഞ്ചായത്തിൽ പോലും ആ ദുഷ്ടാത്മ ശക്തിക്ക് വന്നു പോകാൻ കഴിയാത്ത വിധത്തിൽ വേണമെങ്കിൽ ഏറ്റെടുത്തു.
ഞാൻ അതുകൊണ്ടേ പോകത്തുള്ളൂ. ഈ പട്ടണത്തിന്റെ വിടുതല ദൈവം ഇവിടെ ആക്കിയിരിക്കുക. 19 വാർഡുകളെയും പിടിക്കാനാ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ 19 വാർഡുകളെയും വർഷങ്ങളായി അവകാശം പറയുന്ന ചില മേഖലകളുണ്ട്. തമ്പുരാൻ ലോഗോസോട് പറയുന്നു, ഈ ആരാധന പോരാ, അതിനെ വെട്ടാൻ. ഈ അഭിഷേകം പോരാ, അതിനെ വെട്ടാൻ. ഈ കൃപ പോരാ, അതിനെ വെട്ടാൻ. ഈ വെളിപ്പാട് പോരാ, അതിനെ വെട്ടാൻ. നിങ്ങൾക്ക് കാര്യം എന്താന്ന് മനസ്സിലാകുന്നു? ഒന്നാമത്തെ ആരാധനയ്ക്കകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല. ആ യാഗപീഠം നന്നായിട്ടാണ് പണിതത്. ദൈവത്തിന് കൊടുക്കേണ്ട നന്ദി മഹത്വം ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കൊടുക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ തന്നെ ബാലും അസേരയുടെ ശക്തിയും അതുപോലെ അവിടെ ഇരിപ്പുണ്ട്. അതിൻ്റെ ശക്തി ക്ഷയിച്ചിട്ടില്ല, അതിൻ്റെ ബലം ക്ഷയിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് നടക്കാത്തിടത്തോളം കാലം ഒരു ദൈവപ്രവൃത്തിയുടെ പൂർണ്ണത ഭവനങ്ങളിൽ വെളിപ്പെടത്തില്ല. ഇത് വെളിപ്പെട്ടു വരണമെങ്കിൽ ആരാധനയുടെ അടുത്ത വെളിപ്പാടിലേക്ക് കയറണം. അന്ന് രാത്രിയിൽ കർത്താവ് അവനോട് അടജനം ധരാജഘടകസിയാന എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോഴും ആരാധനയ്ക്ക് വേണ്ടി വീടുകളിൽ മുഴങ്കാലും അടക്ക് എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോഴും അവൻ ആരാധനയുടെ നിയോഗവുമായി ദേശം ചുറ്റ് എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോഴും ആരാധനയുടെ നിയോഗമായി നീ എഴുന്നേൽക്ക്. ദൈവാത്മാവ് പറയുന്നു, ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ചിലത് ദേശത്തിൽ ദൈവാത്മാവ് ചെയ്യാൻ പോകുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇനി കേട്ടെ, ഈ പട്ടണക്കാർ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആരാധനാ മൂർത്തിയാണ് ഏത്? ഗിദെയോന്റെ അപ്പൻ സേവിച്ചു വരുന്ന ദൈവങ്ങളാണ് ബാലും അശേരയും. തമ്പുരാൻ പറയുകയാണ്, നിന്റെ അപ്പന്റെ ബാലിൻ ബലിപീഠങ്ങളെ അസേരയുടെ പ്രതിഷ്ഠകളെ നീ എന്ത് ചെയ്യണം? തകർത്ത് അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിയണം. ഈ സംഭവമെല്ലാം കഴിഞ്ഞിട്ട് താഴേക്ക് വരുമ്പോൾ 29-ാമത്തെ വാക്യത്തിൽ ഇത് ചെയ്തത് ആരാണെന്ന് അവർ തമ്മിൽ ചോദിച്ചു. അന്വേഷണം കഴിച്ചപ്പോൾ യോവാശിന്റെ മകനായ ഗിദെയോനാണ് ഇത് ചെയ്തതെന്ന് കേട്ടു. പട്ടണക്കാർ യോവാശിനോട്, നിന്റെ മകനെ പുറത്തു കൊണ്ടുവരിക, അവൻ മരിക്കണം. അവൻ ബാലിന്റെ ബലിപീഠം ഇടിച്ച് അതിനരികത്തുണ്ടായിരുന്ന അസേര പ്രതിഷ്ഠയെ വെട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. വർഷങ്ങളായി തൻ്റെ അപ്പൻ സേവിച്ചു വരുന്ന, പട്ടണക്കാർ സേവിച്ചു വരുന്ന ഈ ശക്തിയാണ് ഒറ്റ രാത്രി കൊണ്ട് ആര് വെട്ടിയത്? ഗിദെയോൻ വെട്ടിയത്. സ്തോത്രം. അപ്പൊ രണ്ടാമത്തെ യാഗപീഠത്തിനകത്ത്, രണ്ടാമത്തെ ആരാധനയ്ക്കകത്ത് ചില ദൈവപ്രവർത്തികൾ നടന്നു എന്നതിൻ്റെ തെളിവ് കേൾക്കണേ. 2 ദൂതുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. ഒന്നാമത്തെ യാഗപീഠത്തിൽ നടക്കാത്തത് എന്തോ രണ്ടാമത്തെ യാഗപീഠത്തിൽ നടന്നു, രണ്ടാമത്തെ ആരാധനയിൽ നടന്നു എന്നതിൻ്റെ ഒന്നാമത്തെ തെളിവ് ഇതുവരെയും ഉയരാത്ത ഒരു പ്രതികൂലം പട്ടണത്തിൽ നിന്ന് ഉയർന്നു. സ്തോത്രം. ഒന്നാമത്തെ യാഗപീഠം പണിതപ്പോ ഉയർന്നു വരാത്ത ഒരു പ്രതികൂലം പട്ടണത്തിൽ നിന്ന് ഉയർന്നു. പട്ടണക്കാര് പറയുക, ഇവൻ മരിക്കണം. ബോസ് പാസ്റ്റർ ദൂത് കേട്ടോ, വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചു. ഞാൻ പട്ടണക്കാരോട് ചോദിച്ചു, ഇവൻ ഈ ബാലിന്റെ ആരാധനയൊക്കെ വിട്ട് ഇറങ്ങിയതാണോ കൊല്ലണോ എന്ന് പറയാൻ കാര്യം? ആണോ? ബാലിന്റെ ആരാധനയൊക്കെ വിട്ടിറങ്ങിയതാണോ ഇവൻ മരിക്കണമെന്ന് പറയാൻ കാര്യം? അല്ല. ആയിരുന്നെങ്കിൽ ആദ്യത്തെ യാഗപീഠം പണിതപ്പോഴേ ഇവര് പറഞ്ഞേനെ ഇവൻ എന്ത് ചെയ്യണം? മരിക്കണം. ഇവൻ വേദോത്സവം പിടിച്ച് പോയില്ലേ, ഞങ്ങളെ നാണം കെടുത്തിയില്ല, മരിക്കണം. അന്ന് ഇവർ പറഞ്ഞത് ഈ ആയിരിക്കും, ആമേൻ സ്തോത്രം, ഞങ്ങളുടെ ഒരു കാര്യത്തിലും നിന്നെ ഇനി എന്ത് ചെയ്യത്തില്ല. ആദ്യം ഇറങ്ങിയപ്പോൾ ഇവർ പറഞ്ഞതൊക്കെയാ, ഇനി ഒരു കാര്യത്തിലും നിന്നെ വിളിക്കത്തില്ല, ഒരു കല്യാണത്തിന് നിന്നെ വിളിക്കാൻ പോകുന്നില്ല, അവൻ നിന്നെ എല്ലാത്തിനും ഞങ്ങൾ മാറ്റി നിർത്തും. കാര്യം നീ ഞങ്ങളുടെ ദൈവത്തെയൊക്കെ വിട്ട് വേറെ ദൈവത്തിൻ്റെ
പുറകിൽ പോയെന്ന അന്ന് ഇവര് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ പറയുക കല്യാണത്തിന് വിളിക്കത്തില്ലെന്നല്ല, മരിക്കണം. കല്യാണത്തിന് വിളിക്കത്തില്ലെന്നല്ല, മരിക്കണം. എല്ലാവർക്കും ഒന്നും മനസ്സിലാകത്തില്ലേ ദൂത്? മനസ്സിലാകുന്നവർക്ക് അത് വിടുതലായി മാറട്ടെ. രക്തത്താൽ ജയമെടുക്കുക. അവ ഇപ്പൊ പറയാം മരിക്കണമെന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്തില് എന്ന് പറഞ്ഞാൽ ഇവൻ ആരാധനയ്ക്ക് ഇറങ്ങിയതല്ല വിഷയം, ഇവൻ പ്രാർത്ഥിക്കാൻ ഇറങ്ങിയതല്ല വിഷയം, ഇവൻ പെന്തക്കോസിൽ പോയതല്ല വിഷയം. ഇവന്റെ ആരാധന എന്നെ ബാധിക്കുന്നുണ്ട്, ഇവന്റെ ശുശ്രൂഷ എന്നെ ബാധിക്കുന്നുണ്ട്, ഇവന്റെ കയ്യടി എന്നെ ബാധിക്കുന്നുണ്ട്, ഇവന്റെ ഉപവാസം എന്നെ ബാധിക്കുന്നുണ്ട്. ഇന്ന് പകൽ ദൈവാത്മാവ് പറയട്ടെ, ഇതുവരെ ഉയരാത്ത പോർവിളികൾ നിനക്ക് നേരെ ഉയർന്നു വരുന്നെങ്കിൽ അത് കുടുംബത്തിൽ നിന്നാകാം, അത് ദേശത്തിൽ നിന്നാകാം. എന്നാൽ ദൈവാത്മാവ് പറയുകയാണ്, അവൻ അതിന്റെ കാരണം ഒന്നേ ഉള്ളൂ, അവൻ ചിലടത്ത് ചിലത് ബാധിക്കാൻ തുടങ്ങി. ഒന്ന് കേട്ടെ, ഇന്നത്തെ ആരാധനയിൽ ചിലതൊക്കെ ഇളകി എന്നതിന്റെ റിസൾട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ അറിയാം. ചില ആരാധന കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ പ്രതീക്ഷിക്കാത്തതാ നേരിടുന്നേ. രക്തത്താൽ ജയമെടുക്കുന്നു. ഇന്നത്തെ ആരാധനയിൽ ഒരു വിടുതൽ കണ്ടെന്നും പറഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ നീ പ്രതീക്ഷിക്കാത്ത ചിലത് ഇളകി നിനക്കു നേരെ അവൻ വെല്ലുവിളിച്ചു വരുമ്പോൾ നീ മാറി നിന്ന് ദൈവത്തെ സ്തുതിക്കണം. കാര്യമെന്തെന്നറിയാമോ? ചിലതൊക്കെ ഇളക്കം പറ്റിയിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഞാൻ ആ ദൂത് പറയുമ്പോൾ ആത്മാവ് പറയുന്നു, ഇന്നലകളിൽ ചില വാർഡുകളിൽ നിന്ന് വീട് വളഞ്ഞുകൊണ്ട് ശത്രു വെല്ലുവിളിച്ചില്ലേ? എന്താ കാര്യം എന്നറിയാമോ? ഒറ്റ പ്രാർത്ഥന ആ വാർഡിൽ നടന്നുള്ളെങ്കിലോ എവിടൊക്കെയോ ഇളകിയതിന്റെ തെളിവാ, എവിടൊക്കെയോ ഇളക്കം സംഭവിച്ചതിന്റെ തെളിവാ. വീട് ശത്രുവിനെ കൊണ്ട് പിശാച് വളച്ചത്. നിന്റെ വീട്ടിനടുത്ത് ചിലരൊക്കെ ഇന്നലെ വരെ ചിരിച്ചുകൊണ്ട് നിന്നോട് നിന്ന ചിലതൊക്കെ മുഖം കറുപ്പിക്കാൻ തുടങ്ങിയത് എവതമ്മുടായെന്നറിയോ? ചിലതിന്റെ അടിത്തറകൾ ഇളകിയപ്പം മുതല്, ചിലതിന്റെ അടിസ്ഥാനങ്ങൾ ഇളകിയപ്പം മുതല് യേശുവിന്റെ അധികാരമുള്ള നാമത്തില് അതുവരെ ഇല്ലാത്ത പോരാട്ടം, പ്രശ്നങ്ങൾ പട്ടണക്കാരിൽ നിന്ന് ഗിദെയോന് നേരെ എഴുന്നേറ്റു. കാര്യമെന്താ? ഇതുവരെ ഇളകാതിരുന്ന ചിലത് കുലുങ്ങി തുടങ്ങി. ഇന്നലെ വരെ പട്ടണക്കാരുടെ ഭാഗത്ത് നിന്ന് ഗിദെയോന് പ്രത്യേകിച്ചൊരു വിഷയം ഉണ്ടായിരുന്നില്ല. ഇന്നലെ വരെ പ്രത്യേകിച്ചൊരു വിഷയം, പെന്തക്കോസിൽ പോയി ഒക്കെ ശരിയാ, ചെറിയ ഒരു അകൽച്ച ഒക്കെ ഉണ്ടായിരുന്നുള്ളെങ്കിലും അത്ര വലിയ വിഷയം ഇല്ല. ഇപ്പൊ കൊല്ലാനുള്ള ദേഷ്യം. നീ ചോദിക്കുക ഞാൻ എന്തോ ചെയ്തിട്ടാന്ന്. നീ ഒന്നും ചെയ്തില്ല, നീ ഇവിടുന്ന് കൈയടിച്ചതാ കാര്യം. നീ ഇവിടെ ഇരുന്ന് ആത്മാവിൽ ആരാധിച്ചപ്പോൾ ചിലതൊക്കെ ചിലടത്ത് സംഭവിച്ചു. പറഞ്ഞത് മനസ്സിലായില്ല. പ്രത്യേകിച്ച് നീ ഒന്നും ചെയ്തിട്ടില്ല രാധാകൃഷ്ണ ബ്രദറെ, പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. നീ ആരെയും ഉപദ്രവിച്ചിട്ടില്ല, ആരുടെയും അതിന് മാന്താൻ പോയില്ല. എന്നാൽ ചിലർക്ക് നിന്നെ കൊല്ലാനുള്ള ദേഷ്യമാ. കാര്യം എന്താണെന്നറിയാമോ? ചില പ്രാർത്ഥനകളില് ചിലയിടത്തൊക്കെ ഇളക്കം തറ്റത്തക്ക രീതിയിൽ ചില ദൈവപ്രവർത്തികൾ ഉണ്ടായി. പ്രൈസ് ജീസസ്. ഒത്തിരി വിശദീകരിക്കുന്നില്ല ഭാഗം. രണ്ടാമത് കടന്നത് ഈ പ്രവൃത്തി എന്താ? രണ്ടാമത് കടന്നത് ഈ പട്ടണക്കാരെല്ലാം കൂടെ യോവാശനോട് ചെന്ന് പറഞ്ഞ കാര്യം എന്താന്നാ പറഞ്ഞേ? നിന്റെ മകനെ പുറത്തു കൊണ്ടുവരിക, അവൻ എന്ത് ചെയ്യണം? മരിക്കണം. അവർ കാരണം കൂടെ പറഞ്ഞു. അവൻ എന്തോ ചെയ്തേക്കുക? ബാലിന്റെ ബലിപീഠം പിടിച്ച് അതിനരികത്തുണ്ടായിരുന്ന അശേര പ്രതിഷ്ഠയും വെട്ടിക്കളഞ്ഞിരിക്കുന്നു. അശേര പ്രതിഷ്ഠ എന്ത് ചെയ്തിരിക്കുന്നു? ഇത് പട്ടണക്കാരെല്ലാം കൂടെ ചെന്ന്, കുടുംബക്കാരെല്ലാം കൂടെ ചെന്ന് ഗിദെയോന്റെ അപ്പനോട് പറയുമ്പോൾ ഇവര് ചിന്തിച്ചത് എന്താണെന്നറിയോ? പറഞ്ഞു തീരുന്നതിന് മുൻപേ ഈ അപ്പൻ അകത്തിരിക്കുന്ന ഗിദെയോനെ ഇവർക്ക് വേണ്ടി ചവിട്ടാൻ പുറത്തേക്ക് ഇട്ടുകൊടുക്കുമെന്ന ഇവര് ചിന്തിച്ച്. കാര്യം അപ്പനും സ്നാനപ്പെട്ടവനല്ല, അപ്പനും രക്ഷിക്കപ്പെട്ടിട്ടില്ല, അപ്പനും സത്യാരാധനയിലേക്ക് എന്ത് ചെയ്തിട്ടില്ല? വന്നിട്ടില്ല. നീ എന്നെ ഇത്രയും നാൾ എൻ്റെ വീട്ടിൽ ഇങ്ങനൊരു സംഭവം എന്ത് ചെയ്തിട്ടില്ല? ഉണ്ടായിട്ടില്ല. നാട്ടുകാരെ മൊത്തം എൻ്റെ വീട്ടിൽ കൂട്ടത്തക്ക രീതിയിൽ നീ എൻ്റെ പേര് കളഞ്ഞോടാ എന്ന് ചോദിച്ചോണ്ട്, എന്നാ പിന്നെ ഇങ്ങനൊരു മോൻ എനിക്ക് ഇല്ലെന്നും പറഞ്ഞ്
അവനെ ഇവിടെ നടുവിലേക്ക് ചവിട്ടാൻ ഇട്ടു കൊടുക്കുമെന്ന പട്ടണക്കാർ ചിന്തിച്ച്. പക്ഷെ അടുത്ത വചനം എന്താണെന്നറിയോ? അടുത്ത വാക്യം എന്താണെന്നറിയോ? യോവാസ് തന്റെ ചുറ്റും നിൽക്കുന്നവരുടെ എല്ലാവരോടും പറഞ്ഞത്, യോവാസ് തന്റെ ചുറ്റും നിൽക്കുന്ന എല്ലാവരോടും പറഞ്ഞത്, ബാലിന് വേണ്ടി നിങ്ങളോ വ്യവഹരിക്കുന്നത്? ബാലിന് വേണ്ടി നിങ്ങളാണോ സംസാരിക്കുന്നത്, വ്യവഹരിക്കുന്നത്? നിങ്ങളോ അവനെ രക്ഷിക്കുന്നത്? അവന് വേണ്ടി വ്യവഹരിക്കുന്നവൻ ഇന്ന് രാവിലെ തന്നെ മരിക്കണം. അവന് വേണ്ടി വ്യവഹരിക്കുന്നവൻ ഇന്ന് രാവിലെ തന്നെ മരിക്കണം. അവൻ ഒരു ദൈവമെങ്കിൽ, അവൻ ഒരു ദൈവമെങ്കിൽ തന്റെ ബലിപീഠം ഒരുത്തൻ ഇടിച്ചു കളഞ്ഞിരിക്കുന്നത് കൊണ്ട് താൻ തന്നെ അവന്റെ കാര്യം വ്യവഹരിക്കട്ടെ. അടുത്തത്, ഇവൻ അവന്റെ ബലിപീഠം ഇടിച്ചു കളഞ്ഞതിനാൽ ബാൽ ഇവന്റെ നേരെ വ്യവഹരിക്കട്ടെ എന്ന് പറഞ്ഞ് അവന് അന്ന് യെരുബാൽ എന്ന് പേര്. എന്താ അവിടെ സംഭവിച്ചത്? പട്ടണക്കാർ മുഴുവനും ചിന്തിച്ചത് എന്താ ചിന്തിച്ചേ? ഗിദെയോൻ ഇതൊക്കെ ചെയ്തത് കൊണ്ട് അവനെ കൊല്ലാൻ പട്ടണക്കാരുടെ കയ്യിലേക്ക് അപ്പൻ ഇവനെ ഉറപ്പായിട്ട് എന്ത് ചെയ്യും? ഇറക്കി വിടും. കാര്യം ഞങ്ങളൊരു വലിയ സമൂഹമായിട്ടാണ് വന്നിരിക്കുന്നത്. കാര്യം അപ്പൻ ഏത് കൂട്ടത്തിലുള്ളവനാ? അപ്പൻ ഗിദെയോന്റെ കൂട്ടത്തിലോ പട്ടണക്കാരുടെ കൂട്ടത്തിലോ? പട്ടണക്കാരുടെ കൂട്ടത്തിലുള്ളവൻ അപ്പൻ. അവൻ വിശ്വാസി അല്ല. അങ്ങനെ പ്രതീക്ഷിച്ച ആര് വന്നേ? പട്ടണക്കാർ വന്നേ. പക്ഷേ ഈ അപ്പനിപ്പോ പറഞ്ഞ എന്താ? ബാൽ ജീവനുള്ളവനാണെങ്കിൽ അവൻ ചെയ്യട്ടെ. നമ്മൾ എന്തിനാ ഇതിനെ പുറകെ നടക്കുന്നേ? ബാൽ ജീവനുള്ള ദൈവമാണെങ്കിൽ അവൻ വ്യവഹരിക്കട്ടെ. സ്തോത്രം. അവൻ ഗിദെയോനെ കൊന്നോട്ടെന്ന്. നമ്മൾ എന്തിനാ ഇതിന്റെ കാര്യം ഏറ്റെടുക്കുന്നതെന്ന് ദൂത് പറയാൻ പോവുക. ശ്രദ്ധിച്ചു കേട്ടോണം. ചിലതൊക്കെ ഇളകി, ചിലതിൻ്റെ അടിസ്ഥാനം പൊട്ടി, ചിലതൊക്കെ തകർന്നു മാറി എന്നതിൻ്റെ ഒന്നാമത്തെ തെളിവ് പട്ടണക്കാർ മുഴുവനും ഗിദെയോന് എതിരെ കൂട്ടമായി വന്നതാണെങ്കിൽ, രണ്ടാമത്തെ വിടുതല് പ്രതികൂലമാകുമെന്ന് ചിന്തിച്ച അപ്പനെ ദൈവം അനുകൂലമാക്കി മാറ്റി. ഇന്ന് പകൽ ദൈവനോട് പറയുന്നു, പ്രതികൂലം മാത്രമല്ല നീ കാണാൻ പോകുന്നത്, നീ പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളിൽ നിന്ന് അനുകൂലതകളെ ദൈവം നിനക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ കൽപ്പിച്ചാക്കുമെന്ന് ഞാൻ പരിശുദ്ധ ആത്മാവിൽ നിന്നോട് ആലോചന പറയുകയാണ്. അടജനം വിശ്വസിക്കുന്നവരിന്ന് പകൽ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. യെസ്, രക്തത്താൽ വചനത്താൽ ജയം. അങ്ങനെയെങ്കിൽ ദൂത് കേട്ടോണേ. ഈ ഒരു യാഗപീഠം പണിത് ബാലിന്റെയും അശേരയുടെയും പ്രതിഷ്ഠകൾ ആരുടെ? അപ്പന്റെ ബലിപീഠങ്ങളെ ഇടിച്ചു, അപ്പന്റെ പ്രതിഷ്ഠകളെ തകർത്ത്. അപ്പൊ ഒരു കുടുംബ ശക്തിയാണ് ഇവൻ എന്ത് ചെയ്തത്? വെട്ടിയത്. കേട്ടെ, ഒരു കുടുംബ ശക്തിയാണ് ഇവൻ എന്ത് ചെയ്തത്? വെട്ടിയത്. ഒരു കുടുംബ ശക്തിയാ ഇവൻ വെട്ടിയത്. രക്തത്താൽ ജയമെടുക്കുക. സ്തോത്രം. അവൻ ഈ കുടുംബ ശക്തിയെ ഇവൻ വെട്ടിയപ്പോൾ സംഭവിച്ച ഒന്നാമത്തെ വിടുതൽ എന്താന്ന് ചോദിച്ചാൽ, പ്രതീക്ഷിക്കാത്ത പ്രതികൂലം. പ്രൈസ് ദി ലോർഡ്. ആ പ്രതികൂലത്തിനകത്ത് ശത്രു പറഞ്ഞത് എന്താണ്? ഇവൻ മരിക്കണം. കാര്യം എന്താന്ന് ചോദിച്ചാൽ, പട്ടണക്കാർക്ക് മനസ്സിലായി. സ്തോത്രം. ഇങ്ങനെ ഇവൻ ഇനി വെച്ചോണ്ടിരുന്നാൽ, ഇവന്റെ ആരാധന ഇനി തുടർന്നാൽ സംഭവിക്കാൻ പോകുന്നത്, പലരും ഇവന്റെ പുറകിലായി പോകും, പലരും ഇവന്റെ കൂട്ടത്തിലായി പോകും. അതിന്റെ തെളിവാണ് അപ്പന്റെ ഹൃദയത്തെ അവൻ അനുകൂലമായി ദൈവം തിരിച്ചത്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇതാ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ കാണുന്നു, അവൻ ഒരു തിരിവ് നടക്കുകയാണ്. നിന്റെ ഭർത്താവിന്റെ മനസ്സിനകത്ത് ഒരു തിരിവ് നടക്കുകയാണ്. നിന്റെ തലമുറയുടെ മനസ്സിനകത്ത് ഒരു തിരിവ് നടക്കുകയാണ്. അത് ഇതുവരെ എന്തുകൊണ്ടാണ് നടക്കാത്തത്? സുവിശേഷം പറഞ്ഞിട്ട്, സത്യം പറഞ്ഞു കൊടുത്തിട്ട്, പ്രാർത്ഥനയ്ക്ക് വിളിച്ചിട്ടും അതെന്താ നടക്കാത്തതെന്ന് ചോദിച്ചാൽ, ചില അപ്പന്റെ
ബലിപീഠങ്ങൾ ഇടിഞ്ഞു പോയിട്ടില്ല, ഇന്നും ഇടിഞ്ഞിട്ടില്ല. അത് ഇടിയാൻ തുടങ്ങുമ്പോൾ അവൻ നിനക്ക് അനുകൂലമായി മാറി. നീ ആരാധിക്കുന്ന ദൈവത്തെ ആരാധിക്കത്തക്ക നിലയിൽ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവനോട് പറയുന്നു. ഈ ദൂത് ഞാൻ പറയുമ്പോൾ നിന്റെ വീടിനകത്ത് നിന്ന് ആരാധനയ്ക്ക് വേണ്ടി പുറത്തു വരാതെ ശത്രു ഒതുക്കി വെച്ചിരിക്കുന്ന ഭർത്താവാകട്ടെ തലമുറയാകട്ടെ അവരെ പിടിച്ചു വെച്ചത് ഇന്ന് പകൽ ആ കുടുംബ ശക്തിയെ യേശുവിന്റെ നാമത്തില് നിന്നിലൂടെ ദൈവം പൊട്ടിക്കാൻ ഇന്ന് പകൽ ആ കുടുംബ ശക്തികൾ ഇന്ന് പകൽ പൊട്ടട്ടെ. ആ കുടുംബ ശക്തികൾ ഇന്ന് പകൽ ഉടയട്ടെ. കുടുംബ ശക്തികൾ ദൈവാത്മാവനോട് ഇന്ന് പകൽ വളരെ ശക്തമായി പറയുകയാണ്. എപ്പോഴാണ് അപ്പന്റെ ഹൃദയം ഗിദെയോന് അനുകൂലമായി തിരിഞ്ഞെന്ന് ചോദിച്ചാൽ, അപ്പനെ ഭരിച്ചുകൊണ്ടിരുന്ന അപ്പന്റെ ദൈവങ്ങളായിരുന്ന ചില കുടുംബ ശക്തികൾ തകർക്കാൻ തുടങ്ങിയതോടുകൂടാണ്. നിന്റെ ഭർത്താവ് ഇതുവരെയും കർത്താവിലേക്ക് വരാത്തതിന്റെ കാരണം, നിന്റെ തലമുറയിൽ ഒരു തിരിവ് വരാത്തതിന്റെ കാരണം, ശരിക്കും അതിന്റെ കാരണം നിന്റെ വീട്ടിൽ തന്നെ ഉണ്ട്, നിന്റെ ഭവനത്തിൽ തന്നെ ഉണ്ട്. കാര്യം അവരെ അതിലേക്ക് തിരിപ്പിക്കാതെ ആധിപത്യം മുഴുവൻ ബലത്തോടെ നിൽക്കുക. പക്ഷെ ഇന്ന് പകൽ ദൈവാത്മാവനെ കാണിക്കുന്നു, ഒരാഴ്ച നിന്റെ ഭർത്താവ് നിന്റെ കൂടെ വരും, ഒരാഴ്ച നിന്റെ തലമുറ നിന്റെ കൂടെ വരും, ഒരാഴ്ച അത് നിന്റെ ഭാര്യ നിന്റെ കൂടെ വരും, ഒരാഴ്ച അവൻ നിന്റെ സഹോദരൻ നിന്റെ കൂടെ വരും. ആ നിലയിൽ വരത്തക്ക നിലകളിൽ ദൈവത്തിന്റെ ഒരു അനുകൂലതയുടെ പ്രവർത്തനം നിന്റെ വീട്ടിനകത്ത് ആരാധന വിഷയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യേണ്ടതിന് ഇന്ന് പകൽ ചിലത് ഇടിയേണ്ടത് ആവശ്യമാണെന്ന് ആത്മാവനോട് വ്യക്തമായി പറയുന്നു. നിന്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ചിലത്. ഈ അപ്പന്റെ ഹൃദയം എപ്പോഴാ ഗിദെയോന് അനുകൂലമായി തിരിഞ്ഞ്? എപ്പോഴാ തിരിഞ്ഞ്? അപ്പന്റെ ഹൃദയം ഗിദെയോന് അനുകൂലമായി മാറുമെന്ന് പട്ടണക്കാർ അറിഞ്ഞായിരുന്നെങ്കിൽ അപ്പനോട് വന്ന് പറയത്തില്ല നിന്റെ മകനെ വിട്ടുതരാൻ. പറഞ്ഞു മനസ്സിലായോ? അന്ന് രാത്രിയിൽ ഗിദെയോന് ദൈവം കൊടുത്ത നിയോഗത്തോടെ അതിനെ തകർക്കാൻ അവൻ മുട്ടുകുത്തിയപ്പോൾ, ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് ആത്മാവിൽ പറയുന്നു, ഈ ദൂത് നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഈ വെളിപ്പാട് പിടിച്ചുകൊണ്ട് നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. എൻ്റെ വീടിനകത്ത് എൻ്റെ തലമുറയെ, എൻ്റെ ഭർത്താവിനെ അവ എന്നിലേക്ക് തിരിക്കാതെ, എൻ്റെ ദൈവത്തിലേക്ക് തിരിക്കാതെ, ദൈവസാന്നിധ്യത്തിലേക്ക് തിരിക്കാതെ നിർത്തിയിരിക്കുന്ന ആ കുടുംബ ശക്തി തകർന്നേ മതിയാകൂ എന്ന് ആത്മാവിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് മുതൽ നീ ഒരു പോരാട്ടത്തിന് തയ്യാറായാൽ പരിശുദ്ധാത്മാവിനോട് ശക്തമായി പറയുകയാണ്, അവൻ നീ അറിയാത്ത ചില കാര്യങ്ങൾ അന്തരാത്മാവിൽ ചെയ്യത്തക്ക രീതിയിൽ അവൻ നിന്നെ കൊല്ലുവാൻ കൂട്ടു നിൽക്കേണ്ട അപ്പൻ, പട്ടണക്കാരുടെ കൂടെ ചേർന്ന് നിൽക്കേണ്ട അപ്പൻ ഇപ്പോൾ ഒറ്റയ്ക്ക് രക്തത്താൽ ജയമെടുക്കുന്നു. അടകജനം ദുരാജകക്ഷസിയാല. ഇപ്പോൾ പട്ടണക്കാരോട് സംസാരിക്കുന്നത് ഗിദെയോനല്ല, പട്ടണക്കാരോട് സംസാരിക്കുന്ന അപ്പന. അവൻ നിന്നെ കൊല്ലാൻ വന്നവരോട് ഇപ്പോൾ സംസാരിക്കുന്നത് ആരെന്നറിയാമോ? ദൈവത്തെ ഇതുവരെ ആരാധിക്കാൻ ഇറങ്ങാത്ത നിന്റെ ഭർത്താവിനെ കൊണ്ട്, തലമുറയെ കൊണ്ട് അവർക്ക് നേരെ നിർത്തി സംസാരിപ്പിച്ച് ജീവനുള്ള ദൈവത്തിന്റെ മഹത്വത്തെ ദേശത്തിന്റെ നടുവിൽ വെളിപ്പെടുത്താൻ, കുടുംബങ്ങളുടെ നടുവിൽ വെളിപ്പെടുത്താൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ആ നിയോഗത്തെ ഏറ്റെടുത്തുകൊണ്ട് ഈ ആരാധനയിൽ നിന്ന് മടങ്ങിപ്പോകാം.
6-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ 6-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ യഹോവ ഗിദെയോനോട് പറയുന്നു, നിനക്ക് സമാധാനം, ഭയപ്പെടേണ്ട, നീ മരിക്കുകയില്ല എന്ന് അരുളി ചെയ്തു. നിങ്ങൾ കേൾക്കണം, തമ്പുരാൻ ഗിദെയോനോട് പറയുന്നു, നീ മരിക്കത്തില്ല. പട്ടണക്കാർ പറയുന്നു, നീ മരിക്കണം. ദൈവം നിന്നോട് പറഞ്ഞിരിക്കുന്നു, നീ മരിക്കത്തില്ല. പട്ടണക്കാർ നിന്നോട് പറയുന്നു, നീ മരിക്കണം. ഇന്ന് പകൽ ദൈവാത്മാവ് പറയുക, പട്ടണക്കാർ പറയുന്നതല്ല നടക്കാൻ പോകുന്നത്. ദൈവം നിന്നോട് പറഞ്ഞതേ നിന്റെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ. ദൈവം നിന്നോട് പറഞ്ഞതേ നിന്റെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ. പട്ടണക്കാർ പറഞ്ഞു മരിക്കണം, തമ്പുരാൻ പറഞ്ഞു നീ മരിക്കത്തില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇരിക്കുന്ന ഇരിപ്പിടങ്ങൾ വിട്ടെഴുന്നേറ്റാട്ടെ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ആ മേഖലയെ തൊടാൻ പോകുകയാണ്. 6-ാം അധ്യായം 14-ാമത്തെ വാക്യം ഇതിനൊക്കെ മുമ്പിലാണ്. 6-ന്റെ 14-ാം വാക്യം അറിയാവുന്ന വാക്യമാ. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോകുക. നിന്റെ ഈ ബലത്തോടെ പോകുക. ഒരാമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. ഗിദെയോനെ നോക്കി ദൈവം പറയുകയാണ്, ഈ ബലത്തോടെ പോകുക, ഈ ബലത്തോടെ പോകുക. സ്തോത്രം പറഞ്ഞാട്ടെ. എന്താ ദൈവം പറഞ്ഞേ? കേട്ടില്ല. ദൈവം ഗിദെയോനോട് എന്താ പറഞ്ഞേ? ഈ ബലത്തോടെ പോക. നിങ്ങൾ കേൾക്ക്. 14-ാം വാക്യത്തിൽ ദൈവം പറയുന്നു, ഈ ബലത്തോടെ പോവുക. അതിന് ശേഷമുള്ള വാക്യങ്ങളിലാണ് നമ്മൾ കണ്ടത്. ഗിദെയോൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പട്ടണക്കാർ ഗിദെയോനോട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? മരിക്കണം. നീ എന്ത് ചെയ്യണം? മരിക്കണം. മുമ്പിൽ വരാൻ പോകുന്ന വലിയ അനർത്ഥത്തിന്റെ വെല്ലുവിളികളെ ദൈവം മുൻകൂട്ടി കണ്ടിട്ട് പറയുക, ഈ ബലത്തോടെ പോകാൻ എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്നതിനെ നിനക്ക് ജയിക്കാൻ, വരാൻ പോകുന്നതിനെ നിനക്ക് എതിരിടാൻ, വരാൻ പോകുന്നതിനെ നിനക്ക് അതിജീവിക്കാൻ ഞാൻ മുൻകൂറായി നിനക്ക് ബലം തരുന്ന ദൈവമാണ്. നാളെ അടുത്ത മണിക്കൂറിൽ എന്താ നടക്കുന്നതെന്ന് നിനക്കറിയത്തില്ല. പക്ഷെ എനിക്കറിയാം പട്ടണ ശക്തി ഇളകും. എനിക്കറിയാം പട്ടണക്കാർ നിന്നെ കൊല്ലാൻ വരും. എനിക്കറിയാം. ഇതൊക്കെ എനിക്കറിയാം. മനസ്സിലായോ? പട്ടണ ശക്തികൾ ഇളകി വന്നപ്പോ ബലം കൊടുക്കുകയല്ല ദൈവം ചെയ്തേ. അതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ, വാക്യങ്ങൾക്ക് മുമ്പ് തന്നെ ദൈവം ഗിദെയോനോട് പറയുന്നു, ഈ ബലത്തോടെ നീ പോക. ഈ ആരാധനയിലും ദൈവം നിന്റെ മേൽ പകരുന്ന ബലം, ഈ വചനത്തിലൂടെ നീ ഏറ്റെടുക്കുന്ന ബലം എന്തിനു വേണ്ടിയാണെന്ന് നിനക്കിന്നറിയത്തില്ല. പക്ഷെ ചില ആഴ്ചകൾ കഴിയുമ്പോൾ, ചില മാസങ്ങൾ കഴിയുമ്പോൾ നീ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ നിനക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ശത്രു എഴുന്നേറ്റു വരുന്ന മേഖലകളെ ദൈവം മുൻകൂട്ടി കണ്ടുകൊണ്ട് തമ്പുരാൻ നിന്നെ ബലപ്പെടുത്തുന്നത്. ഇന്ന് പകൽക്കാലവും ആ ബലം ഏറ്റെടുക്കാൻ എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്. ദൈവത്തിന്റെ ബലത്തിന്റെ നിറവിനകത്ത് നിൽക്കുന്ന ദൈവ പൈതലേ, അവൻ നീ മരിക്കുമെന്ന് പറയുന്ന ശത്രുവിന്റെ പദ്ധതികൾക്ക് മുമ്പിൽ അവൻ നീ മരിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. അതിനുമേൽ നിനക്ക് ജയം തരാൻ ഇന്ന് പകരന്റെ കർത്താവ് വിശ്വസ്തനാണ്. 27-ാമത്തെ വാക്യത്തിൽ ദൈവം ഗിദെയോനോട് കൽപ്പിച്ചത്, അവൻ തൻ്റെ കുടുംബക്കാരെയും പട്ടണക്കാരെയും പേടിച്ചിട്ട് പകൽ സമയത്ത് ചെയ്യാതെ രാത്രിയിൽ ചെയ്തു. പേടിച്ചിട്ട്. സ്വത്രം പറഞ്ഞാട്ടെ. ദൈവം ബലം കൊടുത്തവൻ, ദൈവം പറഞ്ഞത് ചെയ്യാൻ പേടിച്ചു. അതൊരു മാനുഷിക ഭയമാണ്. ദൈവം പറഞ്ഞത് ചെയ്യാൻ പേടിച്ചു. പേടിച്ചെങ്കിലും ചെയ്യാതിരുന്നില്ല. ദൈവം പറഞ്ഞത് ചെയ്യാൻ പേടിച്ചു. ആരെ പേടിച്ചു? കുടുംബക്കാരെ പേടിച്ച്, പട്ടണക്കാരെ പേടിച്ച് രാത്രി ചെയ്തു. പക്ഷെ ചെയ്യാതിരുന്നില്ലല്ലോ. അതിനായി സ്തോത്രം പറയുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ ഒരു ഭാഗത്ത് നിന്നെ പേടിപ്പിക്കുന്ന വിഷയങ്ങൾ ഉണ്ടെങ്കിലും മറ്റൊരു ഭാഗത്ത്
നീ വചനവുമായിട്ട് ഇവിടെ വരുന്നല്ലോ, അതിനായി സ്തോത്രം. ഒരു ഭാഗത്ത് എന്താ നടക്കാൻ പോകുന്നതെന്ന് അറിയാത്ത ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ കയറി വരുമ്പോഴും മറ്റൊരു ഭാഗത്ത് അവൻ നീ തളർന്നു പോകാതെ ദൈവസന്നിധിയിലേക്ക് വരാൻ നിനക്ക് കഴിയുന്നല്ലോ, അതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാ. ഹല്ലേലൂയ. പല വിഷയത്തിൽ ഒരു ഭാഗത്ത് ഭയമുണ്ടെങ്കിലും മറ്റൊരു ഭാഗത്തിന് ദൈവം നിനക്ക് തന്ന ബലം ഏറ്റെടുത്തുകൊണ്ട് നിൽക്കുവാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ വിടുതൽ എന്ന് പറയുന്നത്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ പ്രാർത്ഥിച്ചാണ്, കർത്താവേ അങ്ങനെ ഒരു ദൈവ പ്രവൃത്തിയിലേക്ക് നയിക്കപ്പെടാൻ നിന്റെ കൃപ ഇന്ന് പകൽ എന്റെ മേൽ പകരണമേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. റംശരാധികസിയാന അടഗജനഘടക ദുരിഘടക വൗഷസിയാന അടഗച്ഛനം ദുരാജഘടക വൗഷസിയാന അത്തരം ദുരാജഘടക സമ്പൽ ഭൗഡവക്ഷസിയാന അടഗജനഘടന ഘടക സമ്പലം പരാജകസിയാന. യേശുവിന്റെ നാമത്തിൽ, 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 യേശുവിന്റെ നാമത്തിൽ. അവൻ ഒരു സപ്പോർട്ടും ഇല്ലാതെ നീ ഒറ്റയ്ക്കായിരിക്കും നിൽക്കുന്നത്. നിനക്ക് ആത്മീക വിഷയത്തിൽ ഒരു സപ്പോർട്ട് ഇല്ലായിരിക്കാം, പക്ഷെ ദൈവാത്മാവനോട് പറയുന്നു, അവൻ തമ്പുരാൻ നിന്റെ ഭർത്താവിനെ നിനക്ക് അനുകൂലമാക്കാൻ പോകുന്നു, നിന്റെ തലമുറയെ ദൈവം നിനക്ക് അനുകൂലമാക്കാൻ പോകുന്നു, നിന്റെ രക്തബന്ധങ്ങളെ ദൈവം നിനക്ക് അനുകൂലമാക്കാൻ പോകുന്നു. എന്നാൽ അതിലേക്ക് ഇതുവരെ ഈ കാര്യങ്ങൾ കൊണ്ടെത്തിക്കാതെ അവൻ നിന്നെയും നിന്റെ ഭർത്താവിനെയും നിന്നെയും നിന്റെ തലമുറയെയും രണ്ട് ഭാഗത്തേക്ക് തിരിച്ചു നിർത്തിയ സ്തോത്രം, ആ കുടുംബ ശക്തിയുടെ മേൽ ഇന്ന് പകൽ കർത്താവ് നിനക്ക് ജയം തരാൻ പോകുക. കർത്താവ് ഒരു ദൂത് കൂടെ പറയാൻ പറയുന്നു, നിങ്ങൾ കേൾക്കണം. പട്ടണക്കാർ മുഴുവനും നിനക്കെതിരെ വന്നാലും നിന്റെ വീട്ടിനകത്തുള്ളവർ നിന്റെ കൂടുണ്ടെങ്കിൽ അതും മതി ജയിക്കാൻ. പറഞ്ഞത് മനസ്സിലായില്ല. പക്ഷെ പട്ടണക്കാര് മുഴുവനും നിനക്ക് സപ്പോർട്ടായിട്ടുണ്ടായിട്ട് നിന്റെ വീടിനകം ഇങ്ങനെ ഇരുന്നാൽ സ്തോത്രം ദൈവപ്രവൃത്തി നടക്കത്തില്ല. എന്നാൽ ദൈവാത്മാവനോട് ഇങ്ങനെ പറയുകയാണ്, ദേശക്കാർ മൊത്തം നിനക്ക് പ്രതികൂലമാകട്ടെ, പക്ഷെ നിന്റെ ഭവനത്തിനകത്തുള്ളവരെ അവൻ നിന്നോട് ചേർത്ത് നിർത്താൻ, ഹല്ലേലൂയ, നിന്റെ ഭർത്താവിനെ, നിന്റെ തലമുറയെ, നിന്റെ സഹോദരനെ, അവൻ നിന്റെ കുടുംബജീവിതത്തിന്റെ മേഖലകളെ നിന്നോട് ചേർത്ത് നിർത്താൻ. എന്തിന് ചേർത്ത് നിർത്താൻ? ആരാധന വിഷയത്തിൽ ചേർത്ത് നിർത്താൻ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന വിഷയത്തിൽ ചേർത്ത് നിർത്താൻ. ഇന്ന് പകൽ കഴിയാത്ത വിധത്തിൽ നിന്റെ വീടിനകത്ത് നിന്റെ കണ്ണിന് കാണാൻ പറ്റാത്ത അടകതനം വേരി കുടുംബശക്തി. ആ വാക്ക് വീണ്ടും ആത്മാ പറയുന്നു, കുടുംബശക്തി രക്തത്താൽ ജയമെടുക്കുന്നു. ഇന്ന് പകൽ ആത്മാവിൽ കേറി വെട്ടാൻ അധികാരമുള്ള ദൈവമക്കളൊക്കെ ഇന്ന് പകൽ അതിനെ കേറി വെട്ടിക്കോ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ നീ ചെല്ലുമ്പോൾ വീട്ടിൽ അതിനി കാണത്തില്ല. അതേ ജഗന ധന ധനജ വൈര അതിന്മേൽ ഇന്ന് പകൽ അവൻ ദൈവം ഒരു ക്ലീനിങ് തരാൻ പോകുകയാ. അടകൻ അവിടെ നീ യഹോവയ്ക്ക് വേണ്ടി ഒരു യാഗപീഠം പണിയാൻ പോകുകയാ. എന്റെ വീടായിരുന്നു, ഇതെന്റെ കുടുംബമാണ്, ഇതെന്റെ അവകാശമാണെന്ന് പറഞ്ഞ് വർഷങ്ങളായി അവകാശം പറയുന്ന കുടുംബ ശക്തികൾ ഇന്ന് പകലില് ദൈവാത്മാവേ നിന്റെ തലമുറയെ നിന്നിലേക്ക് തിരിക്കാതെ, നിന്റെ ഭർത്താവിനെ തിരിക്കാതെ അകറ്റി നിർത്തിയിരിക്കുന്ന ആ ഭവനാന്തരീക്ഷത്തിന്റെ മേഖലകളെ അവൻ വശീകരിച്ച് പിടിച്ചിരിക്കുന്ന ആ കുടുംബ ശക്തിയുടെ മേൽ ഇന്ന് പകൽ അതിനെ തകർക്കാൻ അവൻ ദൈവത്തിനെ ബലപ്പെടുത്തുക. ഈ ബലത്തോടെ പോകാം. നിന്റെ ദർശനത്തിലേക്ക് നിന്റെ തലമുറയെ ദൈവം തിരിക്കേണ്ടതിന്, നിന്റെ കാഴ്ചപ്പാടിലേക്ക് നിന്റെ ഭർത്താവിനെ ദൈവം കൊണ്ടുവരേണ്ടതിന്, പട്ടണക്കാർ മുഴുവനും പ്രതികൂലമായപ്പോഴും സ്തോത്രം ഗിദെയോന് ഹാപ്പിയാ, ഗിദെയോന് സന്തോഷമാ. അപ്പനെ എനിക്ക് അനുകൂലമാക്കിയല്ലോ.
അതിനേക്കാൾ വലിയ വിടുതൽ എന്തായാലും വേണ്ടി യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. അങ്ങനെ ഒരു ദൈവ പ്രവൃത്തിയാ ദൈവം പല കുടുംബങ്ങളിലും അയക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു വിടുതലാ ദൈവം പല ഭവനങ്ങളിലും അയക്കാൻ പോകുന്നത്. നാട്ടുകാരെ മുഴുവനും നമ്മൾ രക്ഷിക്കാൻ പോയിട്ട് നമ്മുടെ ഭവനത്തിനകത്തുള്ളവർ തിരിഞ്ഞു നിന്നാൽ നമ്മൾ പറയുന്നതിന് എന്ത് പ്രയോജനമാ ഉള്ളത്? പക്ഷേ ആ മേഖലയുടെ മേലാണ് ഇന്നത്തെ ആരാധനയുടെ ജയം മുഴുവനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൽപ്പിച്ചാക്കുന്നത്. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. ഞാൻ വ്യക്തമായി നിങ്ങളോട് വെളിപ്പാട് കണ്ടിട്ടാണ് ഈ പറയുന്നത്. ഇന്ന് പകൽ നിങ്ങൾ ഈ ദൂത് അതുപോലെ ഏറ്റെടുക്കണം. ഇന്ന് പകൽ നടക്കുന്ന ആരാധനയുടെ വിടുതൽ, ഇന്ന് പകൽ നടക്കുന്ന ദൈവപ്രവൃത്തിയുടെ വിടുതൽ നിങ്ങളുടെ വീടിനകത്ത് വർഷങ്ങളായി തല ഉയർത്തി നിൽക്കുന്ന ചില കുടുംബ ശക്തികളുടെ പേരിൽ അവ കുടുംബത്തിലുള്ള ഒറ്റ എണ്ണത്തെയും നിന്റെ കൂടെ വിടത്തില്ലെന്ന് പറഞ്ഞ്, നിന്റെ ദർശനത്തോട് ചേർത്ത് നിർത്തത്തില്ലെന്ന് പറഞ്ഞ് അവൻ നീ വേണമെങ്കിൽ യാഗപീഠം പണിതോ, പക്ഷെ ഒരുത്തനെയും നിനക്ക് തരുത്തില്ലെന്ന് പറഞ്ഞ് അവൻ അവകാശം പറഞ്ഞു നിൽക്കുന്ന ആ മേഖലയുടെ മേൽ ഇന്ന് പകൽ ദൈവ ജയം കൽപ്പിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവനോട് പറയാൻ പറയുന്നു. അതുകൊണ്ട് ദൈവശബ്ദത്തെ വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ നമ്മൾ ആരാധിക്കാൻ പോകുകയാണ്. ദൈവാത്മാവനോട് പറയുന്നു, എല്ലാം പ്രതികൂലം മാത്രമല്ല. കുടുംബശക്തികൾ തകർന്നപ്പോൾ ഒരു പ്രതികൂലം ഉണ്ടായി പട്ടണക്കാരിൽ നിന്ന്. എല്ലാ ദിവസവും പ്രതികൂലമല്ല, ഒരു അനുകൂലത ദൈവം നിനക്കായി വെളിപ്പെടുത്തുന്നുണ്ട്. അനുകൂലത വെളിപ്പെടുത്തുന്നുണ്ട്. വർഷങ്ങളായി കുടുംബങ്ങളിൽ നിന്ന്, യേശുവിന്റെ നാമത്തിൽ, പട്ടണത്തിൽ നിന്ന്, യേശുവിന്റെ നാമത്തിൽ, രക്തബന്ധങ്ങളിൽ നിന്ന്, യേശുവിന്റെ നാമത്തിൽ പ്രതികൂലം അനുഭവിക്കുന്നവരെ യേശുവിന്റെ നാമത്തിൽ ദൈവം നിന്നോട് പറയുകയാണ്, എന്നും പ്രതികൂലമല്ല, ഒരനുകൂലത ദൈവം നിനക്ക് വേണ്ടി കൽപ്പിച്ചാക്കുന്നു. നീ സംസാരിക്കേണ്ട വിഷയത്തിൽ നിന്റെ അപ്പനെ കൊണ്ട് ദൈവം സംസാരിപ്പിക്കും. എന്നെ ഇളക്കാൻ ആർക്കും കഴിയത്തില്ലെന്ന് പറയുന്ന, വർഷങ്ങളായി അവകാശം പറഞ്ഞിരിക്കുന്ന അവകാശങ്ങൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അത് അവിടെ നിന്ന് മാറിപ്പോകട്ടെ. അവിടെ യഹോവയ്ക്കുള്ള യാഗപീഠം പണിയട്ടെ. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഗിദെയോനെ, നിന്റെ ആരാധനയുടെ വിടുതൽ, നീ രണ്ടാമത് പണിത യാഗപീഠത്തിന്റെ ജയം ദൈവം നിനക്ക് ചെയ്യാൻ പോകുന്നത് അപ്പന്റെ തിരിവിന്റെ മേലൊരു വിടുതലായിട്ടാണ്. ഈ ആരാധനയിൽ ദൈവനോട് പറയുന്നു, ദൈവാത്മാവ് ചെയ്യുന്ന ഏറ്റവും വലിയ വിടുതൽ, ചിലരുടെ തിരിവ് നടക്കും. അകന്നിരിക്കുന്ന ബന്ധങ്ങൾ, വീട്ടിൽ നിന്നോട് സ്നേഹത്തോട് സംസാരിക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ, എത്ര നീ അടുപ്പിക്കാൻ ശ്രമിച്ചാലും അകന്നകന്ന് പോകുന്നത് പോലെ വെല്ലുവിളി കൊണ്ടുവരുന്നൊരു മേഖല ദൈവാത്മാവനോട് പറയുന്നു, ഇതാ തിരിയുന്നു. നിന്നിൽ നിന്ന് പിശാച് ദൂരത്തേക്ക് പട്ടണക്കാർ നിമിത്തം അപ്പനെയും നിന്നെ തമ്മിൽ അകറ്റുവാൻ ശത്രു ചെയ്തു വെച്ചതല്ല, ഇന്ന് രാത്രിയിൽ ഈ പകൽ ഇവിടെ തകർന്നു വീഴുന്നു. അത് ഞാൻ വിശ്വസിക്കുന്നു, അത് ഞാൻ കാണുന്നു, അത് ഞാൻ വിശ്വസിക്കുന്നു, ഞാനത് കാണുന്നു. എന്നും എന്നും നിനക്ക് പ്രതികൂലമല്ല, എന്നും നിനക്ക് പ്രതികൂലമല്ല. ഒരു അനുകൂലതയുടെ വഴിത്തിരിവിലേക്ക് ദൈവം നിന്റെ ആരാധന എത്തിക്കാൻ പോകുന്നു. ദൈവം നിന്റെ സ്തുതിയെ എത്തിക്കാൻ പോകുന്നു. ദൈവം നിന്റെ പ്രാർത്ഥന എത്തിക്കാൻ പോകുന്നു. യേശുവിന്റെ രക്തത്താൽ തിരിവ് നടക്കട്ടെ. തലമുറകൾ തിരിയട്ടെ. തലമുറകൾ അമ്മമാരിലേക്ക് തിരിയട്ടെ. അപ്പന്മാരിലേക്ക് മക്കൾ തിരിയട്ടെ. അമ്മമാരിലേക്ക് മക്കൾ തിരിയട്ടെ. ഭർത്താവിലേക്ക് ഭാര്യ തിരിയട്ടെ. ഭാര്യയിലേക്ക് ഭർത്താവ് തിരിയട്ടെ. ദൈവദാസന്മാരിലേക്ക് വിശ്വാസി തിരിയട്ടെ. ജനം ദൈവത്തിലേക്ക് തിരിയട്ടെ.
ഇന്ന് പകൽ ഞങ്ങൾ ആ വിടുതൽ ഏറ്റെടുക്കുക. അതെന്റെ മേൽ ദൈവം അയച്ചത് വിശ്വാസമുള്ള ദൈവമക്കൾ ആ കരം ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്താണ്. ആ കരം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. താങ്ക് യു ജീസസ്.